ഞാൻ എന്റെ ലക്ഷ്യം ഓരോരോ രാജ്യങ്ങൾ കറങ്ങുക. ഒരു 2 മാസം കൂടുമ്പോഴെങ്കിലും ഒരു രാജ്യത്ത് പോയി പോവുക എന്നാണ് ആഗ്രഹം. ഒരു സ്ഥലത്തോട്ട് എപ്പോഴും പോകുന്നതാണോ? ഉദ്ദേശിക്കുന്ന തായ്ലൻഡ് ആയിരിക്കും, പട്ടായ പോണത്. പിന്നെ ഫിറോസ് ചുട്ടിപ്പാറ, നജീബ് റഹ്മാൻ, ക്യാരക്ടർ കൊണ്ട് മോശമായ 1-2 പേരൊക്കെ ഞാൻ ബ്ലോക്ക് അടിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇപ്പൊ കുറെ സംഭവം ക്യാഷ് കിട്ടി, ഞങ്ങൾ അത് സ്പെൻഡ് ചെയ്യുന്ന അധികം കാണിക്കാറില്ല. അത് ചിലപ്പോൾ ഞങ്ങളുടെ പ്രായത്തിന്റെ ആയിരിക്കാം. ചെറുപ്പക്കാരാകുമ്പോ ഞങ്ങൾ അത് വാങ്ങി, കാറ് വാങ്ങി, വീട് വെച്ചു, ഇതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കാണിക്കുക. എന്റെ പുതിയ ക്രിയേറ്റേഴ്സിനോട് പറയാനുള്ള അതും കൂടിയാ. ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ മൊബൈലിൽ അപ്പോൾ ലഭിക്കാൻ ഈ വീഡിയോക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ചുവന്ന ലെറ്ററിൽ അമർത്തിയ ശേഷം ബെല്ലൈക്കണിലും അമർത്തുക. ഇന്ന് നമ്മൾ പുതിയ ടൈപ്പ് ഓഫ് ക്രിയേറ്റേഴ്സിലും പുതിയ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇൻഫ്ലുവൻസേഴ്സിനൊക്കെയല്ലേ നമ്മൾ ടെക്കി പോഡ്സിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് പഴയ ഒരു OG ടെക് ക്രിയേറ്ററിന്റെ വീട്ടിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. ആസ് യൂഷ്വൽ നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന പോലെ നമ്മൾ ടെക്കി പോഡ്സിൽ വെറൈറ്റി ആൾക്കാരെയാണ് കൊണ്ടുവരുന്നത്. കുറേ അധികം പഴയ യൂട്യൂബ് വിശേഷങ്ങൾ, ഫേസ്ബുക്ക് വിശേഷങ്ങൾ ചോദിച്ചറിയാനും ഇപ്പോഴത്തെ തലമുറയുടെ കോണ്ടന്റ് ക്രിയേഷനെ പറ്റി കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാനും വേണ്ടി നമ്മളിന്ന് വന്നേക്കുന്നത് എവിടെയാണെന്ന് അറിയോ? ഇപ്പൊ എറണാകുളത്താണ്. എറണാകുളത്ത് പറവൂരാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെ കയറി വരുമ്പോൾ കുറെ കിളികളും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. കിളിക്ക് വേണ്ടി വലിയ ബ്ലംഗ്ലാവൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ട് നമുക്ക്. അതൊക്കെ നമുക്ക് വന്നിട്ട് നോക്കാം. ഞാൻ ആക്ച്വലി നേരത്തെ വന്നിട്ട് കഥ അടച്ചിട്ട് പോയിട്ട് ഞാൻ വിളിക്കുമ്പോൾ വരണമെന്ന് പറഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ വിളിച്ചു നോക്കാം. ഹലോ, ആരേലും ഉണ്ടോ? അല്ല ആരെങ്കിലും ഉണ്ടോന്ന് വെച്ചാൽ ഇവിടെ മൈക്കൊക്കെ ഉണ്ട്. വീഡിയോ ആണ്. മഞ്ഞ ഷർട്ടും നീല ലുക്കല്ലേ? വെറൈറ്റി ആയിട്ട് ലുക്കായിട്ടുണ്ട്. യെസ്. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ രതീഷ് മേനോൻ യൂട്യൂബ് ചാനലിന്റെ ഉടമയായ രതീഷേറിന്റെ വീട്ടിലാണ്. എല്ലാ ഓഡിയൻസിലും ഹായ് പറഞ്ഞേക്കും. ഹായ്. ടെക്കി പോഡ്സ് എന്നാണ് പരിപാടിയുടെ പേര്. അതില് ഗസ്റ്റ് ആണ് ഇപ്പൊ. അല്ല, അപ്പൊ നീയല്ല എന്റെ ഗസ്റ്റ്? അല്ല, ഗസ്റ്റ് ആണ്. അല്ല, ഇവിടുത്തെ ഗസ്റ്റ് ഞാനാണെങ്കിലും വീഡിയോയിലെ ഗസ്റ്റ് നിങ്ങളാണ്. അപ്പൊ നമ്മള് വീഡിയോ കാണിച്ചു തരണം, ഹോം ടൂർ കാണിച്ചു തരണം, സ്റ്റുഡിയോ കാണിച്ചു തരണം. പിന്നെ കുറച്ച് ചോദ്യങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അത് ചോദിക്കണം. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. എന്ത് ചോദിക്കാം. അപ്പൊ ആദ്യം വീടൊക്കെ പരിചയപ്പെടുത്തി തരൂ. വീഡിയോ കാണിച്ചു. വെൽക്കം ഹോം. അപ്പൊ നമ്മൾ വീട്ടിലോട്ട് കയറിയിട്ടുണ്ട്. ഹാളിൽ ആക്ച്വലി വെട്ടം കുറവാണ്. ഇവിടെ സ്റ്റുഡിയോ ഇവിടെ ഷൂട്ട് ചെയ്യാറില്ലെന്ന് തോന്നുന്നു. എല്ലാം മുകളിലാണ്. നമുക്ക് ഷടേന്ന് പറഞ്ഞ് ഹാളിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ആദ്യം നമുക്ക് കേറുമ്പോ എന്താ തലയിൽ വീഴുന്ന രീതിയിൽ ഒരു പ്രൊജക്ടർ ഇത് അവിടെ വെക്കാൻ പറ്റുള്ളൂ. അപ്പൊ എവിടെ സ്ക്രീൻ വെച്ചേക്കുന്നത്? സ്ക്രീൻ അവിടെ വെച്ചിട്ടുണ്ട്, മോട്ടോറൈസർ. പക്ഷെ ഇത് ചെയ്തിട്ടില്ല, സെറ്റ് ആക്കിയിട്ടില്ല, സമയം കിട്ടിയിട്ടില്ല ഒക്കെ സെറ്റ് ചെയ്യാൻ. അതാണ് വിഷയം. ഇവിടെ ഒരു ചെറിയൊരു തിയേറ്റർ സെറ്റപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പ്ലാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ വന്നതിന്റെ ഏറ്റവും വലിയ റീസൺ എന്താ അറിയോ? നിങ്ങളും കേട്ടോണം. പണ്ട് തൊട്ടേ ടെക് ക്രിയേറ്റർ ആണല്ലോ. ഇഷ്ടംപോലെ ഗാഡ്ജറ്റ്സ് നമ്മൾ കാണാത്തതും കണ്ടതുമായ സാധനങ്ങൾ ഇവിടെ കാണും. അപ്പൊ അതെല്ലാം കാണിച്ചു തരും, വേണം കാണിച്ചു കൊടുക്കും. പിന്നെ ഇവിടെ മെയിൻ സാധനം നോക്ക്. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം ഒരു ചുമട് സാധനങ്ങൾ. ഇത് എന്താണ് ആക്ച്വലി ഇത് നമ്മുടെ ഇലക്ട്രോണിക് ഷോപ്പിൽ ഇരിക്കുന്ന പോലെ സംഭവം. ഇത് യൂട്യൂബ് തുടങ്ങിയ സമയത്ത് നമുക്ക് ബാംഗ്ലൂർ എന്ന് പറയുന്ന ഒരു ചൈനീസ് സൈറ്റ് ഉണ്ട്, വെബ്സൈറ്റ്. അതുപോലെ ഷവോമി. അപ്പൊ അവരൊക്കെ അന്ന് കുറെ ഇന്ത്യയിലേക്ക് ബാനിങ് ഒന്നും ഇല്ലാത്ത സമയത്ത് കുറെ പ്രൊഡക്റ്റുകളും കൈക്ക് വരുന്നു. അപ്പൊ ആ പ്രൊഡക്റ്റുകൾ തന്നെ നമുക്ക് ഇവിടെ അധികം അങ്ങനെ കിട്ടുന്ന സാധനങ്ങളായിരുന്നില്ല അന്ന്. ഇപ്പൊ പലതും കിട്ടുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചേക്കാണ്. ഓർമ്മകൾ, റയർ പീസ്. ഫസ്റ്റ് നമുക്ക് കിട്ടുമായിരുന്നു. എല്ലാം വർക്കിംഗ് സാധനങ്ങളാണ്. അത്യാവശ്യം മിക്കതും വർക്കിംഗ് ആണ്. ഈ ബാറ്ററി ഉള്ള ഐറ്റം മാത്രമേ ചിലതൊക്കെ ഇടയ്ക്ക് ഇത് ചാർജ് ചെയ്യും, അല്ലെങ്കിൽ ഭയങ്കര പാടാ. അത് ഏത് ഇത്? അതുപോലെ തന്നെ അവർ അയച്ചത് മറ്റേ ചന്ദ്രനെ കാണാന്നും പറഞ്ഞു. ചന്ദ്രനെ കാണാമോ? ഇത് കാണാൻ ഒരു ഭയങ്കര വലുതായി ഇതായിട്ട് നല്ല ക്ഷമ വേണം. ഈ സാധനം ചന്ദ്രനെ കിട്ടണം, ഫോക്കസ് ആവുന്നവരെ. ചന്ദ്രനെ നക്ഷത്രങ്ങളൊക്കെ ഫോൺ മേടിച്ച പോലെ ഇപ്പൊ അതുപോലല്ല, വ്യത്യാസമുണ്ട്. ഇത് അത്ര ഡീറ്റെയിൽ ആയിട്ട് കാണോ? മറ്റേ ഇതിൽ കാണുന്ന പോലെ അല്ലല്ലോ. ഓക്കെ. ഇതാണ് സ്റ്റുഡിയോ ആൻഡ് ഇതാണ് ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന സ്ഥലം തോന്നുന്നു അല്ലേ? അല്ലല്ല, സ്പെൻഡ് ചെയ്യുന്ന അപ്പുറത്താണ്. സ്റ്റുഡിയോ വേറെ. സ്റ്റുഡിയോ വേറെയാണോ? ഇത് സ്റ്റോർ റൂമാണോ? ഇത് സ്റ്റോർ റൂമാണ്. ഓക്കെ. അപ്പൊ ഇവിടെ എന്തൊക്കെ? അതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. അതാണ് ഇങ്ങനെ കിടക്കുന്നത്. ഇവിടെയും പ്രൊജക്ടർ പോലെ സാധനം റെഡി ആക്കിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ സാധാരണ പ്രൊജക്ടർ ഞാൻ റിവ്യൂ ചെയ്യുമ്പോൾ കാണിക്കുന്നത്. ഇവിടെയാണ് ഈ റൂമിൽ 10 റൂം ഞാൻ പറയാറില്ലേ, അത് ഈ ഒരു റൂമാണ്. നമ്മുടെ ചെറിയ സൗകര്യം, ചെറിയ വീടല്ലേ. അപ്പൊ അതിനുള്ള ഒരു ഇതിൽ വെച്ചിട്ടുള്ളൂ. ആദ്യം ഞാൻ ഇവിടെ നിന്നിട്ടാണ് വീഡിയോ ചെയ്തിരുന്നത്. പണ്ട് സുജിത് ഭക്തൻ വന്നിട്ട് ഒരു പച്ച സ്ക്രീനൊക്കെ വെച്ചിട്ട് അന്ന് ഇവിടെ ഇരുന്ന് ചെയ്തിരുന്നത്. പിന്നെ ഇപ്പൊ ഞാൻ ഒരു ജിപ്സം വെച്ചിട്ട് തട്ടിക്കുട്ടി എടുത്ത് എല്ലാവരും ചെയ്യുന്നു. പിന്നെ നമ്മൾ ചെയ്യണ്ടേ? ഇവിടെ കമ്പ്യൂട്ടറിനകത്ത് ബോക്സർ നിക്കർ ഉണക്കായിട്ടുണ്ട്. ഇതൊക്കെ എന്ത് ടെക്കാണെന്ന് മനസ്സിലാവുന്നില്ല. ഇവിടെ ആക്ച്വലി ഇതെല്ലാം ഇങ്ങനെ അലങ്കോലമായിട്ട് കിടക്കുന്ന ഡെയിലി യൂസ് ചെയ്യുന്നതാണ്. ഇതിൽ കൂടുതൽ ഉണ്ടായിരുന്നേ. ലേലത്തിന് വിറ്റു. നമുക്ക് ആദ്യം സ്റ്റുഡിയോ പോകാം. ഇതൊരു ബെഡ്റൂമിനകത്തൂടെ വേറെ ബെഡ്റൂം അല്ലേ? അതെ. ഇത് ബെഡ്റൂം ആയിരുന്നില്ല. പണ്ട് ഞാൻ ജിമ്മ് സെറ്റ് ചെയ്തിരുന്നതാ. അത് മാറ്റിയിട്ട് നേരെ ജിപ്സത്തിന്റെ അടിച്ച് ഫുള്ള് ഒരു സ്റ്റുഡിയോ പോലെ ആക്കി. ഇത് കൊള്ളാം. നമുക്ക് ഈ ആൾക്കാർ ഒച്ചയൊന്നും വരരുതല്ലോ. അപ്പൊ അതിനു വേണ്ടിയിട്ടും സ്വസ്ഥമായി ഇരിക്കണം. അതെ. ഹായ്, എന്ത് മണമാണ്? നല്ല മണം.
അതാണ് മറ്റേ വീഡിയോയുടെ പുറകിൽ ഇരുന്ന് പുകക്കണ സാധനം ഇടയ്ക്കാണ് മറ്റേ കളർ സാധനം. അതിന്റെ ഇതേ കാണിച്ചു തരാം. പേര് പറഞ്ഞത് നല്ല മണം എന്ന് പറഞ്ഞിട്ട്. ഇത് തന്നെ നമ്മുടെ ഇതിന്ന് വാങ്ങിയതാ. ഇത് എവിടുന്ന്? ഇത് നമ്മുടെ ആമസോണിലുണ്ട് ഈ സാധനം. എന്തിന്റെ പേര്? ഇതിന്റെ പേര് അതങ്ങ് സ്റ്റിക്കർ ഒട്ടിച്ചു വെച്ചോ. ആരോമ ഓയിലോ? ആരോമ ഓയില്. ആരോമ തായ്ലൻഡില് മസാജിന് അവര് അത് തന്നെ. ഇതില് പക്ഷെ ഇതിന് ഓരോ ഫ്ലേവറുകൾ ഉണ്ട്. അപ്പൊ ഇത് വെള്ളത്തില് മെൽറ്റ് ആവുന്ന ടൈപ്പ് നമ്മൾ ഉപയോഗിക്കും. വെള്ളത്തിൽ ഇട്ടിട്ട് അതിന്റെ മണം അതാണ് ഇതില് പൊകഞ്ഞോണ്ടിരിക്കണത് കേട്ടാ. അത് കാണിച്ചു കൊടുത്തേക്ക് എന്താന്ന്. ഇതാണ് വീഡിയോയ്ക്ക് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന സാധനം. അതെ. അപ്പൊ ഈ നമ്മൾ അതിൽ വെള്ളം ഒഴിച്ചിട്ട് ഇത് 2-3 ഡ്രോപ്പ് അതിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു ദിവസം മുഴുവൻ ഇരുന്ന് ഇങ്ങനെ വെള്ളം അത് മിസ്റ്റ് ആണല്ലോ. അതായത് വെള്ളമാണ് വന്നത്. പക്ഷെ ആ മണം അതിൽ ഇങ്ങനെ ഫുള്ള് റൂമിൽ ഇങ്ങനെ നിൽക്കും. ഇത് എത്ര രൂപയ്ക്ക് ഈ സാധനത്തിന്? ഇത് ശരിക്കും 100 രൂപ ഇത് കിട്ടും. നല്ലത്. അതായത് ഇത് വരുന്നത് പുക പോലെ വന്നില്ലേ. അപ്പൊ എത്ര സൂക്ഷ്മമായിട്ട് കണികളാവുന്നോ അതിനനുസരിച്ചിട്ട് റേറ്റ് കൂടും. നല്ലതിനൊക്കെ ഒരു 1500 രൂപയൊക്കെ വരും. 1500 വരും. നിന്നോളൂ. ഇവിടെ എന്തൊക്കെ ലൈറ്റ് ഉണ്ട്? ലൈറ്റോ ഇവര് സ്റ്റുഡിയോയിൽ ഇവിടെ എല്ലാ ലൈറ്റ് കണ്ടാൽ ഞെട്ടും. അതിന്റെ കാര്യം ഞാൻ പറയാം. വെയിറ്റ്. ഇവിടെ എനിക്ക് ലൈറ്റ് കുറവുള്ള പോലെ തോന്നുന്നു. പറയാം ഒരു മിനിറ്റ്. എന്റെ പൊന്നു എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇവിടെ അതിന്റെ സംഭവം ലൈറ്റ് കണ്ടാൽ ഞെട്ടുന്നുള്ളത് സ്റ്റുഡിയോയിൽ സാധാരണ ഉപയോഗിക്കണ 50,000 രൂപയുടെയൊക്കെ ലൈറ്റുകളല്ലേ അപ്പേർച്ചറിന്റെ ഒക്കെ. അതെ. ഞാൻ 1500 ലൈറ്റ് ആണ് വെച്ചിരിക്കുന്നത്. ഇപ്പൊ മനസ്സിലായല്ലോ. ഓക്കെ. എന്നിട്ട് അതിന്റെ മുകളിൽ മറ്റേ സാധനം വെച്ചിട്ട് ഇവിടെ ഒന്നും അങ്ങോട്ട് കത്തുന്നില്ല. ഞാൻ പ്രതീക്ഷിച്ച പോലൊന്നും അല്ലല്ലോ ഇവിടെ. പക്ഷെ വീഡിയോ കാണുന്ന സാധനം ഇതൊന്നും അല്ലല്ലോ. വീഡിയോ കാണുമ്പോ ആ TV ഓൺ ആക്കി വെക്കും. ബാക്ക്ഗ്രൗണ്ട് ഇഷ്ടമുള്ള അതിലിഷ്ടമുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് വരും. ഓക്കെ. പിന്നെ ഇവിടുന്ന് ഷൂട്ട് ചെയ്ത് തന്നെ വരും. ഇതൊക്കെ എന്താ? ഇത് ഞാനിവിടെ ഷൂട്ട് ചെയ്യുമ്പോ എനിക്ക് കാണാൻ ലൈവ്. ന്യൂസ് വായിക്കുന്ന പോലെ. ന്യൂസ് വായിക്കുന്ന സെറ്റപ്പ്. ഓക്കെ. ഇവിടെ എന്തൊക്കെയുണ്ടല്ലോ. ഈ വെച്ചേക്കുന്ന ക്യാമറയാണോ? ഇതൊക്കെ ഫിക്സഡ് ആയിട്ട് വെച്ചേക്കാണോ? അല്ല, അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് 2 ക്യാമറ ഉണ്ട്. ഇത് ബി-റോളിന് വേണ്ടി വെച്ച ക്യാമറയാണോ? അല്ല, ഇതിലാണ് ഞാൻ ഇൻട്രോ ഷൂട്ട് ചെയ്യണത്. പ്രൊഡക്റ്റിന്റെ ഷൂട്ടൊക്കെ കാനണിലാണ്. കാനണിന്റെ 80D പണ്ട് ഭയങ്കര ഒരു ക്യാമറ ഉണ്ട്. അതിന് ഇപ്പോഴും കൂടുതൽ ഉപയോഗിക്കണേ. ഷൂട്ടിനെ കൊണ്ടുപോകുമ്പോ അപ്പൊ ഇതിങ്ങനെ വെച്ചിട്ട് ഔട്ട് എങ്ങനെ USB വഴി ഇങ്ങനെ എടുത്തേക്കാണോ? അത് ലൈവ് കാണാൻ വേണ്ടി ഇട്ടേക്കാണോ? ലൈവ് കാണാനും ഇത് USB നമ്മൾ ഫയൽ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട്. അപ്പൊ ഇത് എങ്ങോട്ടാ പോകുന്നത്? ഇതേ അപ്പുറത്ത് കമ്പ്യൂട്ടർ ഉണ്ട് എന്റെ മാക്. ഇവിടെ എഡിറ്റിംഗ് ഡെസ്ക് ഒക്കെ ഉണ്ടല്ലേ? ഇവിടുത്തെ ലൈറ്റ് തരൂ. എനിക്ക് തോന്നുന്നു മിക്കവാറും കറണ്ട് ബില്ല് ലാഭിക്കാൻ വേണ്ടി ഇങ്ങനെ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്ത് വെച്ചേക്കുക. ഒന്നും ഇടത്തില്ലെന്ന് ഇവിടെ ലൈറ്റ് കേട്ടോ. അല്ല, ഞാൻ കൂടുതൽ ഇരുട്ടില്ല. ഇത്രയും ലൈറ്റ് ഉണ്ടായിട്ടാണോ? നോക്കൂ, ഇവിടെ ഒരു കിടിലൻ എഡിറ്റിംഗ് ഡെസ്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മാക്ബുക്ക് ആദ്യത്തെ ഇതല്ല, അത് കഴിഞ്ഞ അടുത്താണോ? ഇത് M4 Max ആണ്. M4 Max ആണ്. അപ്പൊ ഈ ഇടയ്ക്ക് മാറ്റിയത്? ഈ ഇടയ്ക്ക് മാറ്റി. അതാണ് നമ്മുടെ പഴയത്. ഇപ്പോഴും വർക്കിംഗ് ആണ്. ആണല്ലേ? ഇതാർക്ക് തറയിരുന്ന് പണിയാൻ മാക്ബുക്ക് എടുത്താ പിന്നെ ലൈഫ് ടൈം ഭാര്യ പോലെയാ, ഒപ്പം കൊണ്ടുനടക്കാം. ഓക്കെ. ഇങ്ങോട്ട് നോക്കിയേ, ഇതെന്തുവാ? അത് കുറച്ച് പഴയ ഫോണുകൾ. അതെന്താ ഇങ്ങനെ ചാർജ് ഇട്ടേക്കുന്നത്? ലൈഫ് പോയിരിക്കും അങ്ങനെ ഇട്ടേക്കോ? അല്ലെങ്കിൽ എപ്പോഴും നോക്കി ഓർത്തിരിക്കണ്ടേ? അത് പണിയല്ലേ. ഓക്കെ, നമുക്ക് ആദ്യം സൈഡിൽ നിന്ന് തുടങ്ങാം. എനിക്ക് ഇതിന്റെ അകത്ത് എന്തൊക്കെ സാധനങ്ങളാണ്? ഇവിടെ കുറെ അധികം സാധനങ്ങളുണ്ട്. എനിക്ക് അറിയത്തില്ല ഇത് എന്തൊക്കെയാണെന്ന്. നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ എങ്ങോട്ട് പറഞ്ഞു തരും. എന്തൊക്കെയാണ് ആ സാധനങ്ങളുടെ യൂസ്, എന്തൊക്കെയാണ് സംഭവങ്ങൾ എന്നെല്ലാം പറഞ്ഞു തരും. പിന്നെ ഇതൊരു മറ്റൊരു ഓഡിയോ സിസ്റ്റം ആണ്. ഇത് നമ്മൾ അസംബിൾ ചെയ്തെടുക്കുന്നതാ. ഇങ്ങനെ കിട്ടാക്കുന്നത്. ഓക്കെ, നമ്മൾ തന്നെ ഇതാണ്. നമ്മൾ തന്നെ പണിഞ്ഞ് കൊളാക്കി വെച്ചേക്കുന്ന. സമയം കിട്ടാത്തതുകൊണ്ട് അവിടെ അത്ര ആക്കി വെച്ചേക്കാം. വോളിയം കണ്ടോളൊന്ന് മാറ്റണം. അപ്പൊ അതിന് വേണ്ടി അവിടെ അയച്ചു വെച്ചതാ. പിന്നെ സമയം കിട്ടിയിട്ടില്ല. ഓക്കെ. പിന്നെ അതിന്റെ സബ് ഓഫർ ആണ് ഈ കാണുന്നത്. ഓക്കെ. അതിന്റെ ട്യൂട്ടർ ഞാൻ ഇതിന്റെ മുകളിൽ വെറുതെ വെച്ചേക്കാം. കേക്കും ഒക്കെ വർക്കിംഗ് ഇങ്ങനെയാണ്. ഓക്കെ. അപ്പുറത്ത് അതുപോലെ തന്നെ ഒരു സബ് ഊഫർ ഉണ്ട്. പിന്നെ ഇടയ്ക്ക് നമ്മൾ പാട്ട് കേൾക്കാൻ 2 സൂപ്പർ സാധനം ഉണ്ട് അവരുടെ. സെബ്രോണിക്സിന്റെ ബ്രാൻഡ് അംബാസിഡർ ആണെന്ന് തോന്നുന്നു. എല്ലാ സെബ്രോണിക്സിന്റെ സാധനങ്ങളും ഇട്ടിരിക്കുന്നുണ്ട്. ഓക്കെ. സെബ്രോണിക്സിന്റെ അതിന്റെ ഒരു കാര്യമുണ്ട്. പലരും പേര് നമ്മൾ സെബ്രോണിക്സിന്റെ പൈസ വാങ്ങിയിട്ട് വീഡിയോ സത്യത്തിൽ സെബ്രോണിക്സിന്റെ അടുത്ത് മാത്രം, സെബ്രോണിക്സിൽ നിന്ന് മാത്രം നമ്മൾ പൈസ വാങ്ങുന്നില്ല. അതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഫസ്റ്റ് വീഡിയോ ചെയ്യുന്ന സമയത്ത് നമുക്ക് അന്ന് ഒരു പ്രൊഡക്റ്റ്, ഇപ്പൊ നിനക്കറിയാലോ, നീ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് ഒരു പ്രൊഡക്റ്റ് റിവ്യൂവിന് കിട്ടിയാലോ എന്ന് ആഗ്രഹിക്കും. അപ്പൊ അന്നത്തെ കാലത്ത് നമുക്ക് ചാനലിന്റെ തുടക്കത്തിൽ ആകെ പ്രൊഡക്റ്റുകൾ തന്നിരുന്നത് സെബ്രോണിക്സ് മാത്രമാണ്. അപ്പൊ അവര് നമ്മള് ഇത്തിരി വലുതായി എന്നും പറഞ്ഞിട്ട് അവരുടെ അടുത്ത് ഇനി വരുമ്പോ പൈസ എന്നാലേ ഞാൻ ചെയ്യുള്ളൂ, അത് മര്യാദയല്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴും നമ്മൾ അവര് തരുമ്പോ പ്രൊഡക്റ്റുകൾ വീഡിയോ ഇട്ട് കൊടുക്കുന്നതാണ് സത്യത്തില്. ഓക്കെ. ബാക്കിയുള്ളവരുന്നൊക്കെ നമ്മൾ പൈസ വാങ്ങിയേ ചെയ്യുന്നുള്ളൂ. കാരണം നമ്മുടെ അമ്മായിയുടെ മക്കളൊന്നല്ല അവര്. അതുകൊണ്ട്. ഓക്കെ. വേറെ എന്തൊക്കെ സാധനങ്ങളാണ് ഉള്ളത്? ഇവിടെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ. ഇത് എങ്ങനെ നിങ്ങളെ കാണിച്ചതാണ് എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത്. ഇംപെക്സിന്റെ 65 ഇഞ്ച് എങ്ങനെയുണ്ട്? TV കുഴപ്പമൊന്നുമില്ല, നല്ല അടിപൊളി TV ആണ്.
പക്ഷെ നമ്മുടെ TCLും അവരായിട്ടൊന്ന് കമ്പയർ ചെയ്യരുത്. ഇന്ത്യൻ ബ്രാൻഡ് അതെ, ആ ഒരു രീതിയിൽ നമ്മൾ നോക്കിയാൽ മതി. ആ രീതിയിൽ കുഴപ്പമില്ല. പിന്നെ 4 വർഷം അവര് മറ്റേ പാനൽ ഉൾപ്പെടെ വാറണ്ടി, അതാണ് പ്ലസ് പോയിന്റ്. ഓക്കെ, അതുകൊണ്ട് നോ ടെൻഷൻ. 4 വർഷം. പിന്നെ ഇപ്പുറത്ത് തോഷിബ ഉണ്ട്. അങ്ങനെ നോക്കിയാണ് ഇതാണ് തോഷിബ. ഞാൻ പറഞ്ഞത് ഒരു ബെസ്റ്റ് സ്മാർട്ട് ടിവി പറയാൻ പറഞ്ഞത് പറയും ഉപയോഗിച്ചത് വെച്ചിട്ട് TCL സൂപ്പർ അടിപൊളിയാണ്, എനിക്ക് തോന്നി. പിന്നെ നമുക്ക് സോണിയൊക്കെ പറയാം, പക്ഷെ അതിനും മാത്രം നമ്മൾ ആ കൊടുക്കുന്ന പൈസക്കുള്ള വാല്യൂ ഒന്നും ഇപ്പൊ സോണിക്ക് ഇല്ല. ഒരു കാലത്ത് ഉണ്ടായിരുന്നു, പക്ഷെ ഭയങ്കര ഓവർ പ്രൈസ് അല്ലേ, ഓവർ പ്രൈസറാണ്. ഇപ്പൊ സോണിയുടെ വാങ്ങിയിട്ടല്ല, TCL വാങ്ങിയാൽ സെറ്റാണ്. അല്ലെങ്കിൽ സാംസങ് വാങ്ങാം, വലിയ വ്യത്യാസമൊന്നും വന്നില്ല. പല ബ്രാൻഡിന്റെ AC ഉപയോഗിച്ചിട്ട് ഏത് AC എന്നെല്ലാം തോന്നിയിട്ടുള്ളത്? LG സർവീസ് വെച്ചിട്ടും എല്ലാം. സർവീസും കുഴപ്പമില്ല, പക്ഷെ LGക്ക് റേറ്റ് കൂടുതലല്ലേ ബാക്കിയുള്ള നോർമൽ AC? ഇപ്പൊ 1 ടണ്ണൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതുണ്ടാവും. എന്തുകൊണ്ടാ നല്ലതെന്ന്? അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ഇതില് വ്യത്യാസം. LG വോൾട്ടാസ് ഒക്കെ നോക്കുമ്പോഴേ വോൾട്ടാസ് ഒക്കെ നല്ല പെർഫോമൻസ് കൂടുതലുണ്ടാവും. അപ്പൊ അതുപോലെ തന്നെ LGക്ക് അതുണ്ട്. പിന്നെ LG ഇത്തിരി വാട്ട്സ് കുറവാണ്. അവർ പറയുന്ന 1.5 എന്ന് വെച്ചിട്ടൊന്നും ചിലത് മോഡലിട്ട്, എല്ലാ മോഡലല്ല. അപ്പൊ ചില മോഡൽ അങ്ങനെയാണ് കൂട്ടിയത്. പക്ഷെ എന്നാലും നമുക്കൊരു എക്കോണമി രീതിയിൽ ഉപയോഗിക്കാൻ നല്ലൊരു ഇതാണ്. ഫീച്ചേഴ്സും കൂടുതലുണ്ട്, ഡ്യുവൽ ഇൻവെർട്ടർ അങ്ങനെയുള്ള സെറ്റപ്പുകൾ. ഇവിടെ നോക്കുമ്പോ വലിയ ഇത് വാച്ച് കളക്ഷൻ ആണോ? വാച്ച് കളക്ഷൻ ഇങ്ങനെ വെക്കാം അല്ലേ? നോക്കി, വാച്ച് കളക്ഷൻസ് ഇങ്ങനെ സൈഡിൽ നമ്മള് വീഡിയോ ചെയ്യുമ്പോ പെട്ടെന്ന് പറഞ്ഞ എടുത്ത് കിട്ടും. അങ്ങനെ എല്ലാം OG ആണല്ലോ അല്ലേ? ഇത് സ്റ്റോറേജ് സാധനങ്ങൾ, സ്റ്റോറേജ് അത് ഈ എടുത്ത് വാങ്ങിക്കൂട്ടിയതാ. കുറെ സാധനങ്ങൾ അവിടെ ഇവിടെ അൽക്കൊലത്ത് കിടക്കുമ്പോ എല്ലാം അതിനുള്ളിൽ എടുത്ത് വെക്കാം. ഒരു 10,500 രൂപ സാധനം കിട്ടും. ആമസോൺ ബേസിക്സ്. അതെ അതെ. ഇവിടെ ഒരു സൗണ്ട് ബാർ ഒക്കെ, സൗണ്ട് ബാർ 2 കണക്ട് ചെയ്ത് വെച്ചിട്ടേക്കോ? അതിനകത്ത് കണക്ട് ചെയ്ത് വെച്ചേക്കോ? അതിലുണ്ട്. ഇതിന്റെ പുറകിലുണ്ടല്ലോ ഒരെണ്ണം. നീ നിൽക്കുന്നതിന് പുറകിലും ഒരു സ്പീക്കർ ഇരിപ്പുണ്ട്. നോക്കണ്ട, സെബ്രോണിക്സ് ആണത്. സോണി താഴെ മാത്രമേ ഉള്ളൂ. ഏതെങ്കിലും സാധനം സ്റ്റോക്ക് ഔട്ട് ആയിട്ട് എവിടെയെങ്കിലും തോന്നുവാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണേ. എക്സ്പീരിയൻസ് ഉപയോഗിക്കാം. സെബ്രോണിക്സ് ഇത് മറ്റേ പ്രൊജക്ടർ നീ നേരത്തെ ചോദിച്ചില്ലേ, ആളുകളുടെ തലയിൽ വീണ് അതിന്റെ ഇതിന്റെ ഇതൊന്നാണ്. അതിന്റെ ബോക്സ് ആണ്. അല്ല ഇത് അതല്ല. നീ നോക്കിക്കോ, വ്യത്യാസം കാണും. ഇത് നിങ്ങൾ സാധാരണ കാണുന്ന പ്രൊജക്ടർ അല്ല. മറ്റേ മിനി സാധനമാണോ? മിനി സാധനമാണ് കൊണ്ടുപോകാൻ പറ്റുന്നത്. പിന്നെ അതെ, നമ്മള് ജസ്റ്റ് സ്ക്രീനിന്റെ അടുത്ത് കൊണ്ടുവന്ന് വെക്കണം. ഷോർട്ട് ത്രോ. മനസ്സിലായി. ഈ ചില ഹോം തിയേറ്ററിൽ കണ്ടിട്ടുണ്ട്. ഇത്രയും ഇതിൽ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊജക്ഷൻ കിട്ടും. ഇവിടെയാണ് അതിന്റെ ലെൻസ്. അപ്പൊ നമ്മള് സ്റ്റുഡിയോ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നു. എങ്ങനെ ഇത് കവർ ചെയ്ത് നിങ്ങളെ മൊത്തത്തിൽ കാണിക്കണം എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ നമുക്ക് കുറച്ച് സംസാരിച്ചിരിക്കാന്ന് വെച്ചു. രതീഷ് മേനോൻ ഇത്രയും നാള് യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്കിൽ പോകുന്നു. ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ കൊടുക്കാൻ പറഞ്ഞാൽ ആരാണ് രതീഷ് മേനോൻ? ഒരു ടെക്കിലൊക്കെ താല്പര്യമുള്ള ഒരു മനുഷ്യൻ, സാധാ മനുഷ്യൻ. അതെ. അതിലുപരി പ്രത്യേകിച്ച് ഈ ഒരു ജേണി ജസ്റ്റ് ഒരു 30 സെക്കൻഡ് പറയാൻ പറഞ്ഞാൽ എവിടുന്ന് തുടങ്ങി പറയും? അയ്യോ, 30 സെക്കൻഡ് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ ഫീൽഡിലേക്ക് വന്നേ 1 മിനിറ്റ് തരാം. അഭിലാഷ് 30 സെക്കൻഡ് പോരാ. പറഞ്ഞോളൂ. ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓർക്കുഡില്. ഫേസ്ബുക്കിൽ നിങ്ങളൊന്നും കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ ഓർക്കുഡ് എന്ന് പറഞ്ഞാൽ 1000 ഫ്രണ്ട്സ് ഉള്ള ഒരു ഇതായിരുന്നു. അതിൽ ഞങ്ങൾ കുറെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ പരസ്പരം ഞങ്ങൾ അന്ന് കുറെ യാഹൂ ഗ്രൂപ്പുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുക, ജിയോ സിറ്റീസ് എന്ന് പറഞ്ഞാൽ വെബ് പേജുകൾ ക്രിയേറ്റ് ചെയ്യുക. ഇതൊക്കെ വലിയ സംഭവമായിട്ട് കൊണ്ടുവന്നിരുന്ന ഒരു കാലഘട്ടം. അപ്പൊ അതിൽ നിന്ന് ഞങ്ങൾ കുറെ ഫ്രണ്ട്സ് തമ്മിൽ ഇത് ചെയ്ത് ഞങ്ങൾ വെബ്സൈറ്റുകൾ ഉണ്ടാക്കി. പിന്നെ ഓർക്കുഡിന് വേണ്ടിയിട്ട് കുറെ സ്ക്രാപ്സ്, അന്ന് നമ്മള് ഇപ്പൊ ഗുഡ് മോർണിംഗ് ആയിക്കില്ല വാട്സാപ്പിൽ, അതുപോലെ അന്ന് കുറെ ഗ്ലിറ്റർ ഉള്ള വാക്കുകളായിരിക്കും. അതില് എല്ലാവരും അയച്ചിരുന്നത് ഇംഗ്ലീഷാണ്. ഞാൻ ആദ്യമായിട്ട് മലയാളത്തില് ശുഭദിനം എന്നൊക്കെ ഉള്ള സാധനം ഉണ്ടാക്കി. അങ്ങനെ ക്ലിക്ക്. ശുഭദിനം, നമ്മൾ ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗിന്റെ അന്ന് മലയാളത്തിൽ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് ഞാനാണത്. ഗുഡ് മോർണിംഗ് അങ്കിൾ ആണോ? ഗുഡ് മോർണിംഗ് അങ്കിൾ ആണ്. അതെ അതെ. തിളങ്ങണതായിരിക്കും ഫുൾ, വെറുതെ മറ്റേ ഇമേജ് അല്ല. അത് ധാരാളം ആൾക്കാർ ഉണ്ടാക്കിയിരുന്നു, പക്ഷെ ഗ്ലിറ്റർ ഉണ്ടാക്കിയത് ഞാനാണ്. പൂക്കളൊക്കെ തിളങ്ങുന്ന. അതെ. V4 ഓർക്കുഡ് 11 എന്നൊക്കെ പറഞ്ഞ അങ്ങനെ കുറെ ഫേമസ് ആയ സൈറ്റുകൾ അന്ന് എനിക്കുണ്ടായിരുന്നു. അതിൽ നിന്ന് നമ്മളൊരു ഓർക്കുഡിന്റെ ഒരു പ്രചോദനം വന്നിട്ട് ഞാൻ suhruth.com എന്ന് പറഞ്ഞ് ഓർക്കുഡ് തന്നെ മലയാളത്തിൽ വേറെ സ്വന്തമായിട്ട് ഉണ്ടാക്കി. അപ്പൊ അതിനിടയിൽ ഇരുന്ന് വെബ് ഡിസൈനിങ്ങും ഇതൊക്കെ ഞാൻ നെറ്റിൽ കൂടി പഠിച്ചു. അങ്ങനെ ഒരു 2009 തൊട്ട് 2015 വരെ 1.5 ലക്ഷം മെമ്പേഴ്സ്, അതിൽ ഫുൾ ഒരു 1,20,000 പ്രവാസി അംഗങ്ങളായിരുന്നു. അങ്ങനെയുള്ള ഒരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ് ഉണ്ടായിരുന്നു, ചാരിറ്റി, അങ്ങനെ പല പരിപാടികൾ. അത് എല്ലായിടത്തും ഞങ്ങൾ 2009 തൊട്ട് 2015 വരെ. ഇതിനിടയിൽ 2012 തൊട്ട് ഞങ്ങള് ഞങ്ങളുടെ suhruth.com വേണ്ടിയിട്ട് കുറച്ച് വീഡിയോകളൊക്കെ, ടെക് വീഡിയോസ്
ആളുകളെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂട്യൂബിൽ ചെയ്യുമായിരുന്നു. അപ്പൊ അങ്ങനെ ചെയ്യുന്നതിനിടയിൽ നമുക്കറിയാലോ ആളുകൾ ട്രെൻഡ് മാറുന്നതനുസരിച്ചിട്ട് ആളുകളുടെ ഇത് മാറി തുടങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ നൈസായിട്ട് എനിക്ക് തോന്നി ഫേസ്ബുക്കാണ് കൂടുതൽ ആളുകൾ ഉപയോഗിച്ചു വരുന്നത് സോഷ്യൽ മീഡിയ ആയിട്ട്. ഞാൻ സോഷ്യൽ മീഡിയയുടെ ആളാണല്ലോ, അല്ലാണ്ട് യൂട്യൂബ് ക്രിയേറ്റർ നല്ല രീതിയിലായിരുന്നില്ല. അപ്പൊ ഞാൻ വേഗം എന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങനെ ഫേസ്ബുക്കിലേക്ക് ഒന്ന് ഇത് ചെയ്തു. അപ്പൊ 2014 തൊട്ട് ശരിക്കും ഫേസ്ബുക്കിൽ നല്ലോണം ആക്റ്റീവായി. അതിനോടൊപ്പമാണ് ശരിക്കും ഞാൻ യൂട്യൂബ് ഉണ്ടെന്ന് അറിയാം. സാധാരണ ആൾക്കാർ യൂട്യൂബിനോടൊപ്പം ഫേസ്ബുക്ക് അറിയാം. അപ്പോൾ ഞാൻ നേരെ തിരിച്ചായിരുന്നു, കാരണം ആ ഒരു അങ്ങനെ അതിൽ ഫേസ്ബുക്കിൽ ഭയങ്കര സപ്പോർട്ടായിരുന്നു. പിന്നെ ഓൾറെഡി നമ്മൾ അത്രയും പരിചയം 1.5 ലക്ഷം മെമ്പേഴ്സാണ് പ്രവാസികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ സംഭവം. അവരാണ് എല്ലാത്തിലും ഇതായിട്ട് നിൽക്കുന്നത്. അപ്പൊ അവരുടെ ആ ഒരു സപ്പോർട്ട് കൊണ്ട് നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു പ്രചാരം കിട്ടി. പിന്നെ ഏകദേശം എനിക്ക് തോന്നുന്നു 2016 ആയപ്പോഴത്തേക്കും ജിയോ ഇന്റർനെറ്റ് വന്നു. പിന്നെ ആളുകൾ മുഴുവനും ഇത് അത്രയും കാലം തന്നെ കേരളത്തിലൊന്നും അറിയില്ല, പ്രവാസികൾ മാത്രമേ അവര് നെറ്റുള്ളൂ. അപ്പൊ അങ്ങനെ പിന്നെ നമുക്ക് കുറച്ചും കൂടി ഇത് വന്നു. പിന്നെ ഇപ്പൊ എല്ലാവരും വന്നു തെറ്റില്ലാത്ത കാര്യം സങ്കല്പിക്കാനും. ഓക്കെ, അപ്പൊ അതായിരുന്നു ജേണി. അപ്പൊ ഈ യൂട്യൂബ് അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിലോട്ട് വരുന്നതിന് മുമ്പ് എന്തായിരുന്നു ആദ്യം ജോലി ചെയ്തിരുന്നത്, അല്ലെങ്കിൽ എന്തായിരുന്നു? ഞാൻ ഫസ്റ്റ് ജോലി എന്ന് പറഞ്ഞ നമ്മുടെ ഒരു കോളേജിൽ, അതായത് ഒരു പ്രൊഫഷണൽ കോളേജിൽ പ്യൂണായിട്ടാണ് ജോലി ചെയ്തിരുന്നത്. അന്നൊരു മാസ ശമ്പളം 850 രൂപ ഉണ്ടായിരുന്നുള്ളൂ. 2000 വർഷത്തിലാണ്. അത് ഒരു വർഷം നീണ്ടു വന്നുള്ളൂ. 2002 ഞാൻ ഹീറോ ഹോണ്ട ഷോറൂമിൽ ഞാൻ ഓട്ടോമൊബൈൽ അടിച്ച ആളാ. പക്ഷെ നമ്മള് ഓട്ടോമൊബൈൽ റിവ്യൂ നമ്മുടെ ഇതല്ല, ഇപ്പോഴാണ് വല്ല 1-2 വണ്ടികൾ അത് പ്രൊമോഷൻ അല്ലാണ്ട് റിവ്യൂ അല്ല. അപ്പൊ ഓട്ടോമൊബൈൽ പഠിച്ചാണെങ്കിൽ ഞാൻ അങ്ങനെ 2002 തൊട്ട് 2010 വരെ ഹീറോണ്ട ഷോറൂമിന്റെ മാനേജറായിട്ട് വർക്ക് ചെയ്ത്. അങ്ങനെ അതായിരുന്നു എന്റെ പ്രൊഫഷൻ ശരിക്കും. പിന്നെ അതിനിടയിൽ ബാക്കി കിട്ടുന്ന സമയത്ത് നെറ്റൊക്കെ ഉപയോഗിച്ച് അവിടെ ഷോറൂമിലാകുമ്പോൾ ഇന്റർനെറ്റ് ഉണ്ടല്ലോ, അപ്പൊ ഫ്രീ ആയിട്ട് നമ്മള് കുറച്ച് വെബ് ഡിസൈനിങ്ങും പല പല പരിപാടി, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ ഇതൊക്കെ പഠിച്ച് അങ്ങനെ അതിനിടയിലാണ് സൈറ്റ് ഉണ്ടാക്കുന്നത്, suhruth.com ഉണ്ടാക്കുന്നതും. പിന്നെ അങ്ങനെ വന്ന് ഇത് അത് കഴിഞ്ഞിട്ട് 2010 തൊട്ട് ഞാൻ 2010 റിസൈൻ ചെയ്ത്, രണ്ടും കൽപ്പിച്ച് എന്നിട്ട് ഫുൾ ടൈം നെറ്റിന് മുമ്പിലിരുന്ന്. എന്തുകൊണ്ടാണ് ആ ഒരു റിസൈനിലോട്ട് വന്നിട്ട്? അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 2002 ഞാൻ കയറുമ്പോൾ എനിക്ക് 1300 രൂപ സാലറി ഉള്ളൂ. 2010 ഞാൻ പോരുമ്പോഴും എനിക്ക് 3500 രൂപ സാലറി ഉള്ളൂ. പിന്നെ വല്ല ഫിനാൻസുകാരുടെ നമ്മളൊരു വർക്ക് കൊടുക്കുമ്പോൾ 100-200 കിട്ടും, ഇതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ബാക്കിയുള്ളടത്ത് പലയിടത്തും സാലറി കൂട്ടി കൊടുത്തു. അപ്പൊ കുറെ കാലം വിചാരിച്ചപ്പോ കൂട്ടും ഒരനക്കം ഉണ്ടായില്ല. പിന്നെ അതിനിടയിൽ ആഡ്സെൻസിൽ നിന്ന് ആദ്യമായിട്ട് പേയ്മെന്റ് വന്നു. അതായത് suhruth.com V4 ഓർക്കുഡ്, മറ്റേ ഓർക്കുഡിന്റെ സൈറ്റ്, സ്ക്രാപ്പുകളുടെ സൈറ്റ്. നമ്മൾ അത്രയും കാലം അങ്ങനെ നെറ്റിൽ നിന്നും ക്യാഷ് കിട്ടുമോ എന്നൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ അത് കിട്ടും എന്ന് മനസ്സിലായി. എന്നാലും നോക്കി ഒരു 5-6 മാസം കിട്ടി കഴിഞ്ഞപ്പോ മനസ്സിലായി ഇത് കിട്ടും, കറക്റ്റ് ഡേറ്റിന് തന്നെ തരും ഗൂഗിള് എന്ന് മനസ്സിലായപ്പോ നേരെ അത് റിസൈൻ ചെയ്തു. പിന്നെ നേരെ ഫുൾ ടൈം ഓർക്കുഡിന്റെ സ്ക്രാപ്പുകള്, പിന്നെ കമ്പ്യൂട്ടറിന്റെ ടിപ്സ് എഴുതിയിടുന്ന സൈറ്റുകൾ ഇംഗ്ലീഷില്, നമ്മളല്ല എഴുതുന്നത് വേറെ ആൾക്കാരോട് എഴുതിച്ചാണ്ട്, എനിക്ക് അത്ര ഇംഗ്ലീഷ് വലിയ സംഭവം. അങ്ങനെ അതൊക്കെ എഴുതിച്ചിട്ട് നമുക്ക് അതിൽ നിന്ന് വരുമാനം കിട്ടുന്ന കുറെ സൈറ്റുകൾ തുടങ്ങി. അന്നൊരു 10-14 വെബ്സൈറ്റ് ഉണ്ടായിരുന്നു എന്ന് അറിയാം ശരിക്കും പറഞ്ഞാൽ. ഇന്ന് അതൊന്നുമില്ല. അപ്പൊ അത്രയും സൈറ്റുകളായിട്ട് അപ്പൊ നമുക്ക് നല്ലൊരു വരുമാനം കിട്ടിയതുകൊണ്ട് ആ ഒരു 2010 തൊട്ട് 2014 വരെ, 2014 യൂട്യൂബ് ജസ്റ്റ് സുഹൃത്തിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്യണം. എന്നാൽ അത്രയും കാലം നല്ലൊരു വരുമാനം നമുക്ക് അതിൽ നിന്ന് കിട്ടി. ഇന്ന് സത്യത്തിൽ നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനമില്ലേ, അത് അന്ന് ശരിക്കും ആഡ്സെൻസ് ഉള്ള ഒരു വെബ്സൈറ്റിൽ നിന്ന് കിട്ടുമായിരുന്നു. ഞാൻ കേട്ടിട്ടുള്ളൂ, പക്ഷെ കിട്ടിക്കൊണ്ടിരുന്ന ആളെ ജീവനോട് ആദ്യമായിട്ടാണ്. ഓക്കെ, അപ്പൊ ആഡ്സെൻസ് അന്നും ഉണ്ടായിരുന്നു, ഗൂഗിൾ ആഡ്സെൻസ്. അതായത് ഗൂഗിൾ ആഡ്സെൻസിന് മെയിൻ ആയിട്ട് യൂട്യൂബിന് ഇൻകം അന്ന് യൂട്യൂബിലെ ഇൻകം ഉണ്ടായിരുന്നു, നമുക്കില്ലായിരുന്നു. അതായത് കേരളത്തിലോട്ട് ഇന്ത്യയിലോട്ട് ഇല്ലായിരുന്നു. പക്ഷെ വെബ്സൈറ്റിൽ വെബ്സൈറ്റുകൾ തരും. ഇപ്പോഴും വെബ്സൈറ്റിലോട്ട് ആഡ്സെൻസ്, പക്ഷെ ഇപ്പൊ പെട്ടെന്ന് അപ്രൂവൽ ഇട്ടില്ല. അന്നൊരു വെബ് പേജ് ഞാൻ പറഞ്ഞില്ലേ, ഏതെങ്കിലും ഒരു വെബ് പേജ് ഉണ്ടായി റിപ്പ് എന്ന് പറഞ്ഞ സൈറ്റിലൊക്കെ പോയിട്ട് ഒരു ഫയൽ പോസ്റ്റ് ചെയ്തിട്ട് അതിൽ ലിങ്ക് കൊടുത്ത് അവന്മാർ തരും. സിമ്പിൾ അപ്രൂവിംഗ് ആയിരുന്നു, സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ആയതുകൊണ്ട്. അന്ന് എത്രയായിരുന്നു ആദ്യം കിട്ടിയ എമൗണ്ട് നോക്കുന്നുണ്ടോ? 7,000 ചില്ലാൻ രൂപ. 7,000 രൂപ? അത് ഡോളർ? അന്ന് തന്നെ ഡോളർ? അന്ന് ഡോളറായിട്ട് തന്നെ 7,000 ചില്ലാൻ രൂപയായിട്ട്. പക്ഷെ അന്നത്തെ ഒരു സംഭവം ഉണ്ട്, അന്ന് നമുക്ക് ഡേറ്റ് ഒക്കെ കറക്റ്റാ. 21-ാം തീയതി അവിടുന്ന് ചെക്ക് അയക്കും. അപ്പൊ പാർക്ക് അവന്യൂ എന്നൊക്കെ പറഞ്ഞാണ് അതിൽ എഴുതിയേക്കുന്ന അഡ്രസ്. ഇത് സിംഗപ്പൂരിൽ നിന്നിട്ട് അയക്കുന്നത്. ഇത് ഇവിടെ കിട്ടണമെങ്കിൽ ഒരു 15 ദിവസം പിടിക്കും ചെക്ക് വരാൻ. ഇത് കഴിഞ്ഞിട്ട് ബാങ്കിൽ കൊണ്ട് കൊടുത്തിട്ട് ഇത് അപ്പൊ തന്നെ ക്ലിയർ ആവൂല. ഇന്നത്തെ പഠിച്ച് വീണ്ടും ഒരു 10-20 ദിവസം. അപ്പൊ അപ്പോഴും സംശയം പൈസ കിട്ടോ. പക്ഷെ ഒരു ദിവസം ബാങ്കിൽ ചെന്ന് പറഞ്ഞോ പൈസ വന്നിട്ടുണ്ട്. അന്ന് ആദ്യമായിട്ട് ആ പൈസ അങ്ങനെ വരുമ്പോ അതൊരു വല്ലാത്ത സന്തോഷം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അങ്ങനെ
അത് പക്ഷെ ആ ഒരു ടൈം ഉണ്ട്. പിന്നെ അതിന് ശേഷം ഒരു 2-3 വർഷം കഴിഞ്ഞിട്ടാണ് അവര് നെറ്റിൽ കൂടിയൊക്കെ പേയ്മെന്റ് ഒക്കെ ആക്കിയത്. ഓക്കെ 3 നല്ലതെന്ന് കൊടുക്കും, നല്ലൊരു ഇതെടുത്തിട്ടുണ്ട്. ഓ ഇതിപ്പോ പൈസ കിട്ടും സ്റ്റേബിൾ ആയി തുടങ്ങി 2010, 11, 12. അതെ, ഇത് 2011 തൊട്ട് ഞാൻ ഇൻകം ടാക്സ് അടക്കുന്നുണ്ട്. ഇൻകം ടാക്സ് അടയ്ക്കാൻ അന്നേ ആയോ? ഇത് പേരിന് വേണ്ടി അടച്ചോ അതോ ലിമിറ്റ് ആയിട്ട്? അല്ലല്ല, അത് ഉള്ള കാര്യം വേണേ വീഴൊന്നുമില്ല. ഒരു വർഷത്തിൽ ഞാനില്ലേ നമ്മുടെ സൈറ്റുകൾ തന്നെ ഓർക്കുഡിന്റെ സ്ക്രാപ്സ് ഇതെന്ന്. അപ്പൊ അതില് നമ്മുടെ ന്യൂ ഇയർ ഒക്കെ ആകുമ്പോ ഭയങ്കര ട്രാഫിക് വരും. ആ ടൈമില് ന്യൂ ഇയർ ഗ്രീറ്റിംഗ്സ് എന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഒന്നാമത് എന്റെ സൈറ്റ് വരുന്നത്. ഓ അത് നമ്മള് മറ്റു സാധനങ്ങൾ അടിക്കത്തില്ല. അത് നമ്മൾ അതിന് വേണ്ടിട്ട് കുറെ വർക്ക് ചെയ്തു, അത്രയും പ്രതീക്ഷിച്ചില്ല. അപ്പൊ അത് വന്നപ്പോ നമുക്ക് നല്ലൊരു എമൗണ്ട് വന്നു. അപ്പൊ അത് ടാക്സ് അടക്കാണ്ടിരുന്ന പണി കിട്ടും നമുക്കറിയാം. പ്രത്യേകിച്ച് ഡോളർ കൺവേർട്ട് ചെയ്ത് ബാങ്കിൽ കൂടി തന്നെ അതുകൊണ്ട് നമ്മൾ നേരെ ടാക്സ് അടച്ചു. പിന്നെ അതിനുശേഷം പിന്നെ അതൊരു ശീലമായി അടക്കേണ്ടി. ദൈവം സഹായിച്ച് ഇന്നും അടച്ചോണ്ടിരിക്കും, കുഴപ്പമില്ല. നമുക്ക് ഉണ്ടെങ്കിൽ കൊടുക്കുന്നതിന് വിഷയമില്ല. പിന്നെ ഇങ്ങോട്ട് ഗവൺമെന്റ് അതിന് വേറെ ഗുണം തന്നെ ഇല്ല. ഒരു ഹെൽത്ത് ഇൻഷുറൻസ് തരാം. അതെ ശരി മറ്റുള്ള കൺട്രീസ് വെച്ച് അല്ല, നമ്മൾ ജീവിച്ചിരുന്ന എല്ലാവർക്ക് ടാക്സിന് കിട്ടും. അത് വേണം. അത് അല്ല, കാരണം വെച്ചാല് ഇത്രയും 30% സ്ലാബിലുള്ളവർക്ക് പോലും ഇന്ത്യയിൽ ഇൻകം ടാക്സ് ഇല്ല. പുറം രാജ്യങ്ങളിൽ പെൻഷനും അതും ഇതൊക്കെ ഉണ്ട്. അപ്പൊ ഇൻകം ടാക്സ് അടക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കാനൊക്കെ ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ ഇതിന് ഇൻകം ടാക്സ് അടയ്ക്കുന്നതുകൊണ്ട് എന്ത് ഗുണമെന്ന് ആലോചിച്ച് പല ആൾക്കാരും അടക്കില്ല. നമുക്കതൊരു വിഷമം തോന്നും, നമ്മൾ അടക്കുന്നു. അപ്പൊ ഈ ഓർക്കൂട്ടിന്റെ സ്റ്റേജ് എല്ലാം കഴിഞ്ഞിട്ട് എപ്പോഴാണ് ടെക്കിലോട്ട് സ്വിച്ച് ആയത്? എപ്പോഴാണ് ടെക്കിലോട്ട് ഇൻട്രസ്റ്റ് തുടങ്ങിയത്? അതായത് ഓർക്കുഡിന്റെ ടൈമിൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. പിന്നെ suhruth.com തുടങ്ങി കഴിഞ്ഞപ്പോ ഞങ്ങൾ suhruth.com എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളം സോഷ്യൽ നെറ്റ്വർക്കാണ്. അപ്പൊ ഇവിടെ നമ്മൾ പബ്ലിക്കിന്റെ ആ പ്രൊഫൈൽ കൂടാതെ ബ്ലോഗ്, അതായത് ഇന്നത്തെ വ്ളോഗ് അല്ല, ബ്ലോഗ്, എഴുത്തുകള്, പിന്നെ ഫോറംസ്, ചർച്ചകൾ, സമൂഹത്തിലെ ഇതൊക്കെ ഓരോരുത്തർ പോസ്റ്റ് ചെയ്യും. അപ്പൊ അന്നത്തെ കാലത്ത് ഇതുപോലെ സുഹൃത്തല്ലാണ്ട് വേറെ സൈറ്റുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ബുദ്ധിജീവികളുടെ സൈറ്റാ. ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മള് മറ്റേ സാഹിത്യപരമായ വായിച്ചിനെ മനസ്സിലാവാത്ത നമ്മുടെ ചില മന്ത്രിമാരൊക്കെ പറയുന്ന വാക്കുകളില്ലേ, അതുപോലത്തെ വാക്കുകളൊക്കെ വെച്ചിട്ടുള്ള സാധനം. എനിക്കിത് സത്യത്തിൽ ഇഷ്ടമല്ല. ഇനി കവിതയാണെങ്കിലും നമുക്ക് നാരായണത്തുറാന്തന്റെ കവിത അല്ലാണ്ട് ബാക്കി അല്ലെങ്കിൽ ചങ്ങമ്പുഴയുടെ കവിതയൊക്കെ മനസ്സിലാവും. ഇവരെഴുതണമൊന്നും നമുക്ക് മനസ്സിലാവില്ല. അപ്പൊ എനിക്കത് സത്യത്തിൽ ദേഷ്യം. അപ്പൊ ഞാൻ ചെയ്ത പരിപാടി എന്ന് വെച്ചാൽ ഈ ഒരു സോഷ്യൽ നെറ്റ്വർക്കിൽ ഞങ്ങൾ ഫോറംസ് ആയിട്ട് ഇട്ടിരുന്നത് ആളുകളുടെ സംശയങ്ങളും കൂടി ചോദിക്കാം. നിങ്ങൾ ടെക് പരമായിട്ടുള്ള സംശയം ചോദിക്കാം, നമ്മൾ മറുപടി കൊടുക്കും. അറിയാവുന്നതിന് മറുപടി കൊടുക്കും, ഇല്ലെങ്കിൽ അറിയാവുന്ന മറ്റൊരാൾക്കതിൽ മറുപടി കൊടുക്കാം. അങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് ഇത് ചെയ്തു. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ നമ്മുടെ ഇത് എന്താണ് ദിവസം നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മുടെ ഒരു നോളജും കൂടിക്കൊണ്ടിരിക്കുക. അങ്ങനെ വന്നപ്പോ നമുക്കത് തോന്നി. ആളുകൾ തന്നെ വന്നിട്ട് പറഞ്ഞ് എപ്പോഴും നമ്മൾ ഈ എഴുതിയിടും, സ്ക്രീൻഷോട്ടൊക്കെ വയ്ക്കും. അതൊരു എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാ ഇങ്ങനെ. അപ്പൊ യൂട്യൂബിൽ വന്നു തുടങ്ങി വീഡിയോ ആയിട്ട് ചെയ്യാൻ പറഞ്ഞു. ജസ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്ത്, പക്ഷെ അത് നമ്മള് വോയിസ് കൊടുത്തില്ല, പകരം ഒക്കെ മ്യൂസിക് ഇട്ട് കാണിച്ചു കൊടുത്ത്. പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ട് ആൾക്കാരെ കമന്റ് നിങ്ങൾ ഫേസ് കാണിക്ക് അപ്പൊ ഫേസ് കാണിച്ചില്ല, പകരം വോയിസ് കൊടുത്തു. കാരണം എന്നെ അറിയാവുന്ന ആൾക്കാർ കുറച്ച് നമ്മളാണെന്നറിയാലോ. അങ്ങനെ വോയിസ് കൊടുത്ത് അത് പിന്നെ നമുക്ക് തോന്നി എന്നാ പിന്നെ അത് ഫേസ്ബുക്കിലും ഇടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫേസ്ബുക്കിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തൊക്കെയാണ് നമ്മൾ ഫേസും കൂടി കാണിച്ചിട്ട് അത്, കാരണം ഫേസ്ബുക്ക് ആണല്ലോ, ഫേസ് ഒക്കെ കാണിച്ച് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെയാണ് ഈ ഒരു ടെക് എന്ന് പറഞ്ഞ പരിപാടിയും കൊണ്ട് സോഷ്യൽ മീഡിയ. അതെ, ഓക്കെ. അപ്പൊ ഈ ഗാഡ്ജറ്റ്സിലോട്ടൊക്കെ എങ്ങനെ സ്വിച്ച് ചെയ്തോ? ഗാഡ്ജറ്റ്സ് എന്ന് പറഞ്ഞാല് സത്യം പറഞ്ഞാൽ നമ്മൾ അതിൽ ആദ്യം ചെയ്തത് ഗോപ്രോയുടെ ഒരു വീഡിയോ. പക്ഷെ ഞാൻ അതെ സ്വന്തമായിട്ട് മേടിച്ചു. പക്ഷെ ഞാൻ ആ വീഡിയോ പറഞ്ഞേക്കണത് കമ്പനി എനിക്ക് അയച്ചു തന്നു. ഓക്കെ, നല്ല വേറെ കമ്പനികൾ തരും, ഇതാണ് നമ്മുടെ സ്റ്റൈല്. പക്ഷെ അത് വർക്കൗട്ട് ആയി. അതിനുശേഷം നമുക്ക് പല കമ്പനികളും പ്രൊഡക്റ്റുകൾ അയച്ചു തന്നു. കാരണം ഗോപ്രോ തന്നാ പിന്നെ ബാക്കിയുള്ളവർ തരും. പക്ഷെ ഇന്ന് അങ്ങനെ ഒന്നും വേണമെന്നില്ല, അത്യാവശ്യം എല്ലാവർക്കും കിട്ടുന്നുണ്ട്. 5000 ഫോളോവേഴ്സ് അപ്പോഴും കിട്ടും, വിഷയമൊന്നുമില്ല. കാരണം അന്ന് സത്യം പറഞ്ഞ ചൈനക്കാർ മാത്രമേ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നുള്ള ഇത് ഉപയോഗിക്കാൻ അറിയുള്ളൂ. അപ്പൊ അവരാണ് നമുക്ക് ഫസ്റ്റ് പ്രൊഡക്റ്റ് തന്നോണ്ടിരുന്നത്. ഓക്കെ. ഇപ്പൊ ഈ ഒരു കണ്ടന്റ് ക്രിയേഷൻ ഒക്കെ തുടങ്ങിയിട്ട് എത്ര വർഷമായി കാണും മൊത്തത്തിൽ? എന്റെ ഫസ്റ്റ് യൂട്യൂബ് ചാനൽ 2012 സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഇപ്പോഴത്തെ കാണുന്ന രതീഷ് മേനോൻ എന്ന പേരുള്ള ആ ചാനൽ തുടങ്ങിയത് 2014 അല്ലാണ്ട് നിങ്ങൾ ഇപ്പൊ സെർച്ച് ചെയ്തതിനെ പല ചാനലായിട്ട് പല സ്ഥലത്ത് കാണാം. ഇതുപോലെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് രതീഷ് പറവൂർ, രതീഷ് suhruth.com എന്നൊക്കെ പേരില് അത് ഓർഗനൈസ് ചെയ്തിരുന്നില്ല. കാരണം നമ്മളിതൊരു സീരിയസ് ആയിട്ടില്ല, നമ്മൾ സുഹൃത്തിന് വേണ്ടി ചെയ്തില്ല. അപ്പൊ എവിടെയെങ്കിലും അപ്ലോഡ് ചെയ്യും, അത്രേ ഉള്ളൂ. അങ്ങനെയായിരുന്നു. ഓക്കെ. അപ്പൊ ഇപ്പം എത്ര വർഷം? ഇപ്പൊ ഒരു 12, 16? ശരിക്കും പറഞ്ഞാൽ 12 തന്നെ പറയാം. അപ്പൊ 12 14 വർഷമായി. 14 വർഷം എന്റെ പകുതിയായി അല്ലേ? ഞാൻ തുടങ്ങിയിട്ട് 6-7 വർഷം.
കറക്റ്റ് എന്റെ ഇരട്ടി. വർഷം പോകുന്ന നമ്മൾ ഇല്ല, അറിയുന്നില്ല, പ്രായം പോകുന്ന അറിയുന്നില്ല. അപ്പൊ എത്ര വയസ്സുണ്ട് ഇപ്പൊ? 46 ആവുന്നു. 46. ഓ മൈ ഗോഡ്, എന്റെ ഡാഡിക്ക് 52. അന്ന് തൊട്ടുള്ള ജേണി വെച്ച് ഇന്ന് 2026 എത്തി നിൽക്കുമ്പോ എന്താണ് തോന്നുന്നത് പുറകോട്ട് നോക്കുമ്പോ? അങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നാറൊന്നുമില്ല. ആകെ കുറച്ച് യാത്രകൾ പോകാൻ സാധിക്കുന്നുണ്ട്. അത് വലിയൊരു ഇതാണ്. എന്റെ ആഗ്രഹം തന്നെ കുറച്ച് യാത്ര എന്ന് പറയുമ്പോൾ ഒരു സ്ഥലത്തോട്ട് എപ്പോഴും പോകുന്നതാണോ? ഉദ്ദേശിക്കുന്ന തായ്ലൻഡ് ആയിരിക്കും, പട്ടായ പോണത്. അത് അതിന് പോണല്ല. മാസത്തിൽ 2 വട്ടം തായ്ലൻഡിൽ പോകുന്നതായിട്ട് ഞാൻ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. മൊത്തത്തില് 8-9 പ്രാവശ്യം തായ്ലൻഡിൽ പോയിട്ടുണ്ട്. ലാസ്റ്റ് 2 വർഷം കൊണ്ട് അല്ലല്ല 3 വർഷം കൊണ്ട്. 2018 ഹാരിസിക്കാണ് എന്നെ ആദ്യം കൊണ്ടുപോകുന്നത്. അന്ന് തൊട്ട് നമ്മൾ ഇന്ന് വരെ ഇപ്പൊ മൊത്തം ഒരു 10 പ്രാവശ്യം പോയിട്ടുണ്ട്. പക്ഷെ തായ്ലൻഡ് പോകുന്ന വെച്ചാൽ നമുക്ക് നല്ല ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ റിലാക്സ് ചെയ്യാൻ, പിന്നെ നമ്മുടെ ബഡ്ജറ്റ് നിൽക്കും. അതിപ്പോ പോയപ്പോ മനസ്സിലായി കാണും. വേറെ ഏത് രാജ്യത്ത് പോയാലും ആ ഒരു ഇന്ത്യയാണ് നമുക്ക് ലോകത്തെ ഏറ്റവും ചീപ്പായിട്ടുള്ള രാജ്യം, എന്റെ ഒരു എക്സ്പീരിയൻസിൽ തോന്നിയത്. പിന്നെ നമുക്ക് ആ ഒരു ബഡ്ജറ്റിൽ നിൽക്കുന്നത് തായ്ലൻഡാണ്. ബാക്കിയുള്ളടത്ത് ഭയങ്കര എമൗണ്ട്. കസാഖിസ്ഥാനൊക്കെ പോയിട്ട് ഞങ്ങൾ കളസം കീറിയെന്ന് അറിയാതിരിക്കുന്നുണ്ട്. അങ്ങനത്തെ എമൗണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് തായ്ലൻഡ് പോകും. പിന്നെ അവിടെ നമുക്ക് കൂട്ടുകാരുണ്ട്, കുറച്ച് കൂട്ടുകാരുള്ളതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ സ്റ്റേ ഈ പരിപാടികളൊക്കെ ഇതായിട്ട് നടക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ തായ്ലൻഡ് അത്യാവശ്യം പോകുന്ന ട്രിപ്പുകൾ മിക്കതും നമ്മൾ പോയിക്കണത് ഇത് വിയറ്റ്നാം പോകുന്ന. അപ്പൊ ഇതൊക്കെ തായ്ലൻഡ് പ്രതി അവിടെയും കയറും. അങ്ങനെ ഒരു ഇതാണ്. ഓക്കെ. അപ്പൊ ഈ ഒരു വർഷത്തെ ജേണി തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? അതാണ്. അപ്പൊ എന്റെ ഒരു ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ കുറച്ച് ക്യാഷ് ഉണ്ടാക്കിയിട്ട് ലോക രാജ്യങ്ങൾ മുഴുവൻ സന്ദർശിക്കാം. അത് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടല്ല, എക്സ്പീരിയൻസ് അല്ല, എനിക്ക് സന്തോഷം. അത് കാഴ്ചകൾ കാണുക, റിലാക്സ് ചെയ്ത് യാത്ര ചെയ്യുക. അഡ്വഞ്ചർ ഇഷ്ടമല്ല, അല്ല, പീസ്ഫുൾ ആയിട്ടുള്ള യാത്രകൾ അതാണ് ഇഷ്ടം. അപ്പൊ എവിടെയും പോയി കുറച്ചേരം ഇങ്ങനെ വെറുതെ ഇരിക്കുന്നു, കാണുന്നു, അങ്ങനത്തെ ടൈപ്പില്ല. അപ്പൊ അതിന് നമ്മളെ സംബന്ധിച്ച് യൂട്യൂബിൽ നിന്നും കുറച്ച് ക്യാഷ് കിട്ടി. അതിൽ നമ്മള് ഹാപ്പിയാണ്. പിന്നെ തമ്മി തള്ളാനാണെങ്കിലും ധാരാളം ആൾക്കാരെ നമുക്ക് കിട്ടും. ദിവസം കമന്റിലൂടെ ആണെങ്കിലും അല്ല, ആരും ഇല്ലാണ്ടിരിക്കുമ്പോൾ നമുക്കൊരു നമ്മൾ കൂടെ ഒറ്റപ്പെടലില്ല. പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ആരെങ്കിലൊക്കെ നമ്മൾ തെരുവിച്ചിട്ടു. അതെങ്കിലും കണ്ട് പിന്നെ ആ തെറി കൂടി ധാരാളം ഫ്രണ്ട്സ് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ധാരാളം ചിലവര് നമ്മൾ തെറ്റിദ്ധാരണ കൊണ്ട് ചെയ്ത് വിളിക്കുന്നവരുണ്ട്. ഇപ്പൊ ഇൻഫ്ലുവൻസർ ആകുമ്പോൾ പല രീതിയിൽ പോസ്റ്റുകൾ ഇടും. നമ്മളിപ്പോ ഒരു രാഷ്ട്രീയം, ഞാൻ ഉള്ള കാര്യം പറയും, ഞാൻ ആർട്സുകാരനാണ്. പക്ഷെ നമുക്ക് ആ അനുഭാവം മാത്രമേ ആവശ്യമുള്ളൂ, അവരുടെ അടിമാവേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അവരൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പറയും. അപ്പൊ എന്ത് ചെയ്യും? ആർഎസ്എസ്കാരൻ എന്നിട്ട് നീ കമ്മിയാണല്ലടാ, അല്ലെങ്കിൽ നീ കൊമ്മിയാണല്ലടാ, ഇത് കേൾക്കും. പിറ്റേ ദിവസം വന്നിട്ട് ആർഎസ്എസ്കാരുടെ കുറെ തെറിയായിട്ടുണ്ട്, ഇപ്പുറത്ത് നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാരെ തെറിയായിട്ടുണ്ട്. നമ്മളിപ്പോ ഓരോരോ കാര്യങ്ങൾ ഇപ്പൊ ഭരണം മാറിയപ്പോ ഒരു പോസ്റ്റ് അപ്പൊ നമുക്ക് കേൾക്കും. ഇതൊന്നും നമുക്ക് വിഷയമൊന്നുമില്ല, കാരണം അവർക്ക് അവരുടെ ഇതുണ്ട്. പക്ഷെ തെറി പറയേണ്ട കാര്യമൊന്നുമില്ല ഇവർക്ക്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശരിയുണ്ടോ എന്ന് ചിന്തിക്കുക. അല്ലാണ്ട് നമുക്ക് ആരോടും ദേഷ്യമില്ല. കാരണം എല്ലാവരും വേണം, എല്ലാവരും ഓരോ രീതിയിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കണം, അത്രേ ഉള്ളൂ. അപ്പൊ സോഷ്യൽ മീഡിയ ശരിക്കും നമുക്ക് അങ്ങനെ ഒരു കൂട്ടാണ്. ഈ പറഞ്ഞ ചിലപ്പോൾ തമ്മിത്തല്ലും, പിന്നെ രാഷ്ട്രീയം പറ്റല്ല നമ്മൾ ഫ്രണ്ട്സ് ആവുന്നത്, അല്ലെങ്കിൽ രാഷ്ട്രീയം മതമൊന്നും ഇതിൽ തടസ്സമല്ല. അപ്പൊ അങ്ങനെ ധാരാളം ഫ്രണ്ട്സിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഒന്ന് ഏതൊരു ആഴ്ച പോയി കഴിഞ്ഞാല് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായി. ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് മലയാളി ഉണ്ടാവും. അത് ഇതുപോലെ വേറെ ഒരു സംഭവത്തിന് ഈ ഒരു ഇൻഫ്ലുവൻസ് കിട്ടൂല. അപ്പൊ അത്രമാത്രം അത് ഉണ്ടായിട്ടുണ്ട്. എവിടെ പോയാലും നമുക്ക് കുറെ ഇത് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഒരു സന്തോഷമാണ് ശരിക്കും. രതീഷ് ശർമ്മേനവന്റെ പൈസ കൊണ്ട് കൊടുത്തിട്ട് ഏത് പൊട്ട പ്രൊഡക്റ്റും സൂപ്പറാന്ന് പറയാൻ പറഞ്ഞാൽ പറയോ? അങ്ങനെ പറയാറില്ല. പക്ഷെ പൊട്ട പ്രൊഡക്റ്റ് നമുക്ക് വരാറുണ്ട്. അല്ല, ചെയ്യൂലെന്ന് പറയും. നമ്മളെന്നറിയാമോ, ഒരു ടീമിന്റെ അടുത്തത് പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് അതിനെ മോശമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വ്യൂ കൂടുതലുണ്ടാവും. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. വെറുതെ അതിനെ ട്രോൾ ചെയ്യുക, കളിയാക്കുക, ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ക്യാഷ് എടുത്ത് വാങ്ങാലോ. ഇന്ന് ദൈവം സഹായിച്ച് നമുക്ക് വിഷയമൊന്നുമില്ല. അപ്പൊ എനിക്ക് വേണമെങ്കിൽ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് ഇത് കൊള്ളില്ല എന്ന് പറയാം. പക്ഷെ അത് ശരിയല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ആ ഒരു പ്രൊഡക്റ്റ് പല ആളുകളിൽ ഇപ്പൊ ഉണ്ടാവും. ഇപ്പൊ ഈ ഒരു മൗസ്, ഇത് 100 രൂപയുടെ മൗസ് ആണെങ്കിൽ ഇത് 100 രൂപയുടെ വാങ്ങാൻ കഴിവുള്ള ഒരുത്തനും ഉണ്ടാവും, 10,000 വാങ്ങാൻ കഴിവുള്ളവനും ഉണ്ടാവും. ഓരോരുത്തരുടെ ബഡ്ജറ്റും ആവശ്യവും അനുസരിച്ചിട്ട് അവന് സെലക്ട് ചെയ്യാം. ചിലവന് 100 രൂപയുടെ മതി. അപ്പൊ ആ 100 രൂപയ്ക്ക് അതിനുള്ള ഫീച്ചർ ഉണ്ടാവും. പക്ഷെ നമ്മൾ കമ്പയർ ചെയ്യണത് നമ്മുടെ കയ്യിൽ വാങ്ങിയേക്കണ 10,000 രൂപ വെച്ചിട്ട് ഇതിന് അതില്ല മറ്റേതില്ല എന്നൊക്കെ ആയിരിക്കും. അങ്ങനെ നമ്മൾ പറയരുത്. അപ്പൊ അതിനേക്കാൾ നല്ല എന്ത് ചെയ്യണം? അതിന് നമ്മൾ ഇത് ചെയ്യുന്നില്ല. പിന്നെ ഒരാൾ പേഴ്സണലി ചോദിക്കുകയാണ്, ആ ഒരു പ്രൊഡക്റ്റ് കൊള്ളാമെന്ന് വെച്ചാൽ ഇല്ല, കൊള്ളില്ല നമ്മൾ പറയും. കമന്റിൽ നമ്മൾ അങ്ങനെ തന്നെ പറയാറുള്ളത്. വീഡിയോയിൽ നമുക്ക് പ്രൊമോഷനിൽ നല്ല ഓവർ നമ്മൾ നല്ലതൊന്നും പറയാറൊന്നുമില്ല. ഇപ്പൊ ഒരു ക്യാമറ റിവ്യൂ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ക്യാമറ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യേണ്ടതായിരുന്നു, നമ്മൾ അങ്ങനെ പറയുള്ളൂ. പകരം ഇതൊരു തല്ലിപ്പൊളി ക്യാമറയാണ്, മറ്റേ ലെൻസ് കൊള്ളില്ല, അങ്ങനെ നമ്മൾ പറയൂല. കാരണം കമ്പനി നമ്മളെക്കാൾ കൂടുതൽ വർഷങ്ങൾ റിസർച്ച് ചെയ്തിട്ടാണ് ഈ സാധനം എടുക്കുന്നത്. കുറെ ആളുകളുടെ എഫർട്ട് അതിലുണ്ട്.
അതിന് വില ഇട്ടേക്കണത് കുറവായിരിക്കും. നമ്മൾ എന്തിനാ നമ്മുടെ കയ്യിലിരിക്കണ ഐഫോണോ അല്ലെങ്കിൽ 65 വെച്ചിട്ട് നോക്കിയിട്ട് കമ്പയർ പറയണേ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പറയാറില്ല. ധാരാളം പ്രൊഡക്റ്റുകൾ വീഡിയോ അകത്ത് നമ്മുടെ അടുത്ത് വരാറുണ്ട്, ഇവിടെ കിടപ്പുണ്ട്. അല്ലെങ്കിൽ തിരിച്ചയക്കും, ചെയ്യൂല എന്ന് പറയും, അങ്ങനെയുണ്ട്. അതുപോലെ സർവീസുകൾ തന്നെയില്ലേ, നമ്മൾ ബെറ്റിംഗ് ആപ്പ് വരുന്നുണ്ട്, നമ്മൾ ചെയ്യാറുണ്ടാവും. പകരം നമുക്ക് വേണമെങ്കിൽ ഈ ബെറ്റിംഗ് ആപ്പ് നിങ്ങൾ ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ ഒരു ബെറ്റിംഗ് ആപ്പിന്റെ ഇത് ചെയ്യാം, അത് പരസ്യമായിട്ട് ഉപയോഗിക്കാം. ചിലരങ്ങനെ ചെയ്തിട്ടുണ്ട് ഇല്ലേ? ഇതൊരിക്കലും ഉപയോഗിക്കരുത്, ഇത് തട്ടിപ്പാണെന്ന് പറയും. പക്ഷെ എന്നൊന്ന് നോക്കിയേക്കാന്ന് പറഞ്ഞാൽ അതും ഇൻസ്റ്റാൾ ചെയ്യുന്നവരുണ്ട്. ഇതിനെ വെറുതെ അങ്ങനത്തെ ചെയ്യാറില്ല. പിന്നെ ഇവിടെ വന്നിട്ട് ഭക്ഷണം തന്നില്ലെന്ന് പറയരുത്. വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്, ഭക്ഷണം തന്നിട്ടുണ്ട്. പറയാം തന്ന ഭക്ഷണം. ഓക്കെ, അപ്പൊ ഇപ്പോഴത്തെ ക്രിയേറ്റേഴ്സിന്റെ വീഡിയോസ് കാണാറുണ്ടല്ലോ. ഉണ്ട്. അപ്പൊ ഇപ്പോഴത്തെ ക്രിയേറ്റേഴ്സിന്റെ വീഡിയോ സ്റ്റൈലും പണ്ടത്തെ നിങ്ങളുടെ ആ ഒരു സ്റ്റൈലും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര വ്യത്യാസമുണ്ട്. അവരെയും കൂടെ കാണിച്ചോണ്ട് പറ. ഞാൻ അന്നും ഇന്നൊക്കെ തന്നെ ഇങ്ങനെ വന്നിട്ട് ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത് ഇന്നതാണെന്ന് പറയും. പ്രിയ കൂട്ടുകാർക്ക് നമസ്കാരം. അതെ, മറ്റേതല്ല ഹായ് ഫ്രണ്ട്സ് ഞങ്ങൾ ഇങ്ങനെ ആയിരിക്കും അല്ലെ. ആ ഒരു എനർജി ലെവല് വ്യത്യാസമുണ്ട്. പിന്നെ വേറെ കുഴപ്പമുണ്ട്, ഇന്നത്തെ ക്രിയേറ്റേഴ്സ് ഡീറ്റെയിലിംഗ് കുറവാ. ജസ്റ്റ് വേണ്ടപ്പെട്ട പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് സമയം അധികം കളയാണ്ട് പോകും. ആ ഒരു സ്റ്റൈലാ ഞങ്ങൾക്ക്. പിന്നെ ആ ഫോളോവേഴ്സ് അതുപോലത്തെ ആയതുകൊണ്ട് മാറ്റി കഴിഞ്ഞാൽ നീ തൂറാൻ പോകാനുള്ള എന്നായിരിക്കും അടുത്ത കമന്റ് എനിക്ക് വരും. അമ്മാവന്മാരാണത്. അവർക്ക് പറഞ്ഞിട്ട് കാര്യമില്ല അവരെ. അതായത് നമുക്ക് പ്രായം കൂടുന്തോറും ഒരു കാര്യം വളരെ ഫാസ്റ്റ് ആയിട്ട് ഗ്രഹിക്കാൻ പറ്റൂല, കുറച്ച് ടൈം എടുക്കും. അപ്പൊ അവര് കുറ്റം പണിയിലും നമുക്ക് പറ്റില്ല. ഇങ്ങനെ ഒരു കമന്റ് വന്നതിന് ശേഷം ഞാൻ പതുക്കെ പറഞ്ഞു, പുള്ളി പറഞ്ഞു ബ്രോ പെട്ടെന്നൊന്നും പറയാം 2x ഇട്ട് കണ്ടവർ എത്ര പേർ കമന്റ്. വേറെ അല്ല, എന്റെ പഴയ വീഡിയോകളുടെ അടിയിലുണ്ട്. എന്റെ യൂട്യൂബ് വീഡിയോകൾ എടുത്ത് നോക്കിയാൽ ഞാൻ ഇങ്ങനെ തന്നെ പറഞ്ഞത്, ഭയങ്കര ലാഗില്ല. അതിനിടയിൽ ഫുള്ള് കമന്റ് ഇങ്ങനെയാണ് 2x പ്ലേ ചെയ്തവർ എത്ര. പക്ഷെ ഇന്ന് നമ്മൾ റീൽ അവതരിപ്പിക്കുമ്പോ മറ്റവര് തിരിച്ചു വന്നിട്ട് തനിക്കെന്താ ധൃതി, ഇത് ഇങ്ങനത്തെ അവിടെ പോകണം. അതെ, അപ്പൊ അങ്ങനെ രണ്ട് ടീമും ഉണ്ട് ഇതില്. അതുകൊണ്ട് ഇപ്പൊ എന്താ, ഒരു മെയിൻ വീഡിയോ ഇട്ടിട്ട് പിന്നെ റീലും കൂടി ഇട്ട അവസ്ഥയായി. അതെ, ഈ യൂട്യൂബും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും എല്ലാം ഓടുന്നത് വ്യൂസിന്റെയും അൽഗോരിതത്തിന്റെയും പുറകിലാണ്. ഓക്കെ, അതിനകത്ത് കമന്റ്സിന്റെ റേഷ്യോ വരാം, ലൈക്കിന്റെ റേഷ്യോ വരാം, വാച്ച് ടൈം വരാം, വ്യൂസ് വരാം, എല്ലാം വരാം. എല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പൊ ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമുക്ക് വരുന്ന വരുമാനത്തിന്റെ ആ ഒരു ഫ്ലോയും ആണല്ലോ. അപ്പൊ പണ്ടത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോഴും പണ്ടും ഈ വ്യൂ ഡിപ്പെൻഡ് ചെയ്തിരുന്നോ ആ ഒരു ലൈഫ് സ്റ്റൈൽ മുമ്പോട്ട് പോകാൻ വേണ്ടി? ഇല്ല, പണ്ട് വ്യൂ കാണിക്കുമായിരുന്നില്ല. അതായത് ഒന്ന് അതിൽ തുടങ്ങുമ്പോ നമ്മൾ യൂട്യൂബ് തുടങ്ങിയ സമയത്ത് ഞാൻ മാത്രമേ ഉള്ളൂ. 2012 ഞാനുള്ളൂ. 2013 ഈ മലയാളി വ്ളോഗറായിട്ട് ആദ്യം പറഞ്ഞത് ലക്ഷ്മി മേനോനാ. അവര് ഗൾഫിലാണ്, പക്ഷെ ഇവിടെ നിന്നല്ല. നമ്മുടെ മിഥുന്റെ ഭാര്യ. ടെക് ഒന്നല്ല, അവർ ലൈഫ് സ്റ്റൈലാണ്. അപ്പൊ ഈ രണ്ടുപേരുള്ള അടുത്തൊക്കെ ആര് വ്യൂ നോക്കും? അപ്പൊ അങ്ങനെ പോയി 2016 എത്തിയപ്പോഴാണ് ഓരോരുത്തർ വ്യൂ നോക്കി തുടങ്ങിയത്. ഇനി ഫേസ്ബുക്ക് വീഡിയോയിൽ വ്യൂ എന്നുള്ള ഇതുപോലും കാണിക്കൂലായിരുന്നു എത്ര വ്യൂ എന്ന്. അപ്പൊ നമ്മളത് നോക്കിയിരുന്നില്ല. പിന്നെ ആളുകൾ ഇങ്ങനെ കൂടുതൽ വന്നു, അതിൽ ബ്രാൻഡുകൾ വ്യൂ നോക്കുന്നു വന്നപ്പോഴത്തേക്കാണ് ഇതിനെപ്പറ്റി ഒരു ഇതുള്ളത്. അതൊരു സ്ട്രെസ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ പിന്നീട്? ഇല്ലില്ല, ഞാൻ ഇപ്പൊ ഒരു കമ്പനി പ്രൊമോഷൻ വന്നാൽ പോലും നമ്മൾ ഒരിക്കലും ഇത്ര വ്യൂ ഓഫർ ചെയ്യൂല. ഞാൻ എൻ്റെ ഫോളോവേഴ്സിന് മനസ്സിലാവുന്ന രീതിയിൽ അത് കാണിച്ചു കൊടുക്കുക, ഇത് ചെയ്യുന്നുള്ളൂ, പ്രസന്റ് ചെയ്യുന്നു. ഈ പ്രസന്റ് ചെയ്യുന്നത് നിങ്ങളുടെ പ്രൊഡക്റ്റ് ആളുകൾക്ക് ഇഷ്ടമാണെങ്കിൽ അല്ലെങ്കിൽ ഉപകാരപ്പെടുന്നതാണെങ്കിൽ അവരെടുക്കും. അതിന് വ്യൂ നോക്കിയിട്ടും കാര്യമില്ലല്ലോ അങ്ങനെ ഒരു പ്രൊമോഷൻ ആകുമ്പോൾ. അപ്പൊ അതുകൊണ്ട് അതിനെപ്പറ്റി ചിന്തിക്കാറില്ല. പിന്നെ നമ്മൾ ചിലപ്പോൾ നല്ലൊരു കണ്ടന്റ് ഇന്ന് ഇപ്പൊ ഇവിടെ കേരളത്തിൽ അതിനേക്കാളും വലിയൊരു എക്സ്ക്ലൂസീവ് ന്യൂസ് വന്നു കഴിഞ്ഞാൽ ആ വീഡിയോ മുങ്ങിപ്പോകും. അപ്പൊ അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. വ്യൂ മാറിക്കൊണ്ടിരിക്കും. എന്നാലും പണ്ടത്തെക്കാളും വ്യൂ കൂടുതലുണ്ട് എനിക്ക്. ഞാൻ അതാണ് ആലോചിക്കണേ. പണ്ട് 5000 വ്യൂ 2000 വ്യൂ ഒക്കെ ആയിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പലരും പറയുന്നത് വ്യൂ കുറവാണല്ലോ, ഫീൽഡ് ഔട്ട്. അതെ, അങ്ങനെ. പക്ഷെ ഇന്ന് നോക്കുമ്പോ ഇപ്പോഴാണ് സത്യം പറയുന്നത് മാസത്തിൽ 2 മില്യൺ ഒക്കെ ചിലത് കാണുന്നത്. ഞാൻ തന്നെ ആലോചിച്ചിട്ട് ചേട്ടാ കഴിഞ്ഞെന്ന് എഴുതിയത് ആരതേ അന്ന് തുടങ്ങിയ സമയത്ത് കുറെ പഴയ യൂട്യൂബേഴ്സായിട്ട് കണക്ഷൻ ഉണ്ടല്ലോ. ഇപ്പോഴും സ്റ്റിൽ 2026 എത്തുമ്പോൾ എത്ര പേരോട്ട് കണക്ഷൻ ഉണ്ട്, ആൻഡ് എത്ര പേരോട്ട് കണക്ഷൻ പോയതിന്റെ റീസൺ എനിക്ക് ക്യാരക്ടർ കൊണ്ട് മോശമായ 1-2 പേരൊക്കെ ഞാൻ ബ്ലോക്ക് അടിച്ചിട്ടുണ്ട്. പേര് പറയുന്നില്ല. ടെക് ക്രിയേറ്റേഴ്സ് അല്ല കേട്ടോ. ടെക് ക്രിയേറ്റേഴ്സ് ആരുമായിട്ട് നമ്മൾക്ക് കോമ്പറ്റീഷൻ ഇല്ല. പലരും വിചാരം ഞങ്ങൾ ടെക് ക്രിയേറ്റേഴ്സ്. എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരിക്കലും ഇപ്പൊ നീ ഇവിടെ വരുന്നു എന്ത് നമ്മളങ്ങനെയാണ്. ഒരു ക്യാമ്പയിൻ വന്നു കഴിഞ്ഞാൽ എടാ ഗോപി നിനക്ക് വേണോ, അവിടുത്തെ
അങ്ങനെ നമ്മൾ ചെയ്യണം, എല്ലാവർക്കും പിടിച്ചു കൊടുക്കും. ഇപ്പൊ സൈബർ ചാത്തൻ ഇതൊക്കെ ന്യൂജനാണ്. പക്ഷെ എന്റെ ആദ്യത്തെ ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ജയരാജിനെ പറയേണ്ടി വരും. ജയരാജാണ് അവിടെ തുടങ്ങുന്നത് ഫസ്റ്റ് ഞാൻ ഇത് ചെയ്യുന്നത്. അങ്ങോട്ട് അടുത്ത ലിസ്റ്റിനകത്തുണ്ട്. എന്നാൽ ഇപ്പോ ഏറ്റവും അടുത്ത ഫ്രണ്ട് എന്ന് പറയുന്നത് ഫവാസ് ആണ്, അഡോപിക്സ്. നമ്മളെ യാത്രയിലും അതും വരുന്നുണ്ട്. സ്റ്റുഡിയോ പണി ഒന്ന് കഴിഞ്ഞു. സ്റ്റുഡിയോ പണി തീരുമെന്ന് അറിയില്ല. ലോൺ സാങ്ഷൻ ആയി കഴിഞ്ഞാൽ ഉടനെ വരുന്നതായി. പിന്നെ സിജോപി അബ്രഹാം വരുന്നുണ്ട്, തിരുവല്ലയാണ്. അതെ. അപ്പൊ ഇങ്ങനെ പിന്നെ പ്രതാപ് ജി ടെക് മറക്കാൻ പാടില്ല. അവരുടെ വീട്ടിൽ പാലക്കാട് ഞാനും പോയിട്ടില്ല. ടൗൺ വിളിച്ചിട്ട് പലവട്ടായി വിളിക്കണേ. പുതിയ വീട് വെച്ചില്ലേ? ആ വീട് വെച്ച്. അപ്പൊ പണ്ട് എല്ലാരും വെച്ചിരുന്ന അവരൊക്കെ തമ്മിൽ ഭയങ്കര കോമ്പറ്റീഷൻ. പക്ഷെ ഞങ്ങള് ഇന്ന് വരെ എനിക്ക് വന്ന വർക്ക് മറ്റവൻ 10,000 രൂപ കുറച്ച് ചെയ്യാം, അല്ലെങ്കിൽ 1000 രൂപ കുറച്ച്, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഞാൻ ആരും ചോദിക്കാറുമില്ല. അല്ലെ ഇന്ന് ആരും വന്നിട്ട് മറ്റൊരു ചെയ്യാൻ വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല. അങ്ങനെ ഒരു കോമ്പറ്റീഷൻ നമുക്ക് ഉണ്ടായിട്ടില്ല. പിന്നെ ഇത്രയും ആൾക്കാർ വന്നപ്പോ ശരിക്കും പറഞ്ഞാൽ ഇതിന് വരുമാനം കൂടിയില്ലേ? എന്റെ ഇതിൽ എക്സ്പീരിയൻസ് ഇല്ലാതാ. കാരണം കഴിഞ്ഞ 2 വർഷത്തിലാണ് സത്യം പറഞ്ഞാൽ എന്റെ യൂട്യൂബ് ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ റവന്യൂ ഉണ്ടാക്കിയേക്കണം. അപ്പൊ അത് നമുക്ക് കൂടിയിട്ടുള്ളൂ. കാരണം ആളുകള് സോഷ്യൽ മീഡിയ ഇതിന്റെ ഇത് ഗുണം മനസ്സിലാക്കി. ടി വിയിൽ ചെന്ന് ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും പൈസ കൊടുത്ത് ഒരു പരസ്യം ചെയ്താൽ സെക്കൻഡുകൾക്കുള്ള മാഞ്ഞു പോയി. പിന്നെ അതിന്റെ നമ്പർ എടുക്കാൻ പറ്റില്ല, ക്ലിക്ക് ചെയ്യേണ്ട ലിങ്ക് ആണ് ക്ലിക്ക് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ ഇവിടെ സോഷ്യൽ മീഡിയയിലൂടെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഗുണം ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ ഈ കണക്ഷൻസിൽ ഇപ്പോഴും ജയരാജനാണെങ്കിലും വിളിക്കും. ജയരാജ് എന്നൊക്കെ പറഞ്ഞാൽ എന്നെ വിളിച്ചിട്ട് 2 തെറി പറയാൻ ഇതുള്ള ആളാണ്. അങ്ങനത്തെ. പിന്നെ ഫവാസിനും പിന്നെ പറയണ്ടല്ലോ, നമ്മുടെ ട്രാവൽ പാർട്ണർ ആണല്ലോ. അപ്പൊ പിന്നെ ഞങ്ങൾ ഇത് ചെയ്യും. പിന്നെ ഫിറോസ് ചുട്ടിപ്പാറ, നജീബ് റഹ്മാൻ, അൻഫലി സഫാരി, ഇതൊക്കെ ഒരേ ഫീൽഡല്ല, പല ഫീൽഡാണ്. പക്ഷെ ഇതൊക്കെ ഞങ്ങൾ സ്ഥിരം ടീമുകളാണ്. നിങ്ങളുടെ ഒരു ഗ്യാങ് ഉണ്ട്. ഈ ഗ്യാങ് ആണ് ഞാൻ പറഞ്ഞ തായ്ലൻഡ് യാത്ര ആൾക്കാര്. അതറിയാമോ? അതങ്ങനെ ടീം കിട്ടിയപ്പില്ലേ, നമുക്ക് ഒറ്റയ്ക്ക് ഒരു വിദേശ രാജ്യത്ത് പോകാൻ ഭയങ്കര പേടിയുണ്ട്. പക്ഷെ ഒരു 5-6 പേരെ സ്ഥിരം പോവാൻ താല്പര്യമുള്ളവരെ കിട്ടി. അവരുടെ ക്യാഷും കുഴപ്പമില്ലല്ലോ, യൂട്യൂബേഴ്സ് വലിയ ചെലവും വരുന്നില്ല. അല്ല, അപ്പൊ നമുക്ക് പ്ലാൻ ചെയ്തതിന് പെട്ടെന്ന് യാത്ര നടക്കും. ഒരു ടീം ഫ്രണ്ട്സിനോടൊപ്പം പോകുന്നത് അപ്പൊ അങ്ങനെ പോകാൻ പറ്റുന്നുണ്ട്. അതാണ് അവരോടൊപ്പം എപ്പോഴും യാത്ര പോകുന്നത്. പിന്നെ ഒരേ ഏജും ഒരേ മൈൻഡ് സെറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണല്ലോ. ഏജ് ശരിക്കും പറഞ്ഞാൽ ഞാനാണ് അതിൽ കളവൻ. ഓക്കെ, ബാക്കിയുള്ളവരുടെ കാര്യമാണ് ഉദ്ദേശിച്ചത്. അല്ല, എപ്പോഴും ഒരു ടീമിനകത്ത് ഒരു അങ്കിൾ കാണും. അല്ല, ഒരു ഇതിലെപ്പോഴും ഒരു അങ്കിളിനെ വെക്കുമല്ലോ, അത് കുഴപ്പമില്ല. ഇപ്പോഴത്തെ ക്രിയേറ്റേഴ്സിന്റെയും പണ്ടത്തെ ക്രിയേറ്റേഴ്സിന്റെയും സ്വഭാവങ്ങൾ തമ്മിൽ എന്തെങ്കിലും വേരിയേഷൻ തോന്നിയിട്ടുണ്ടോ? പൈസയുടെ വരവിന്റെ, പൈസയുടെ ഒഴുക്കിന്റെ, അങ്ങനെ എല്ലാത്തിന്റെയും. പൈസയുടെ ഒഴുക്കിന്റെ അല്ല, ഒരു സംഭവം പറയാം. ഇപ്പൊ ഞങ്ങള് പഴയ ക്രിയേറ്റേഴ്സ് എപ്പോഴും ക്യാഷ് വരുന്നത് ചിലപ്പോ നിങ്ങൾക്ക് കുറച്ചുകൂടി കൂടുതൽ ഉണ്ടാവാം, ചിലപ്പോ സെയിം ആയിരിക്കാം. എന്നാൽ ഞങ്ങൾക്ക് ഇപ്പൊ കുറെ സംഭവം ക്യാഷ് കിട്ടി ഞങ്ങൾ അത് സ്പെൻഡ് ചെയ്യുന്ന അധികം കാണിക്കാറില്ല. അത് ചിലപ്പോ ഞങ്ങളുടെ പ്രായത്തിന്റെ ആയിരിക്കാം. പക്ഷെ ചെറുപ്പക്കാരാകുമ്പോ ഞങ്ങൾ അത് വാങ്ങി, കാറ് വാങ്ങി, വീട് വെച്ചു, ഇതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കാണിക്കും. കുഴപ്പമൊന്നുമില്ല കാണിക്കണേന്. പക്ഷെ ചിലര് തെറ്റിദ്ധരിപ്പിച്ചും കാണിക്കുന്നുണ്ട്. ആളുകളുടെ വിചാരമുണ്ട്. ഞങ്ങൾ ഒരു ദിവസം കണ്ടേണേ, യൂട്യൂബിൽ നിന്ന് കേരളത്തിലെ ഒരു വ്ളോഗർക്ക്, അയാൾക്ക് ഒരിക്കലും ആ വരുമാനം കിട്ടില്ലെന്ന് എനിക്കറിയാം, പേരൊന്നും ഞാൻ പറഞ്ഞില്ല, 42 ലക്ഷം വരുമാനം ഉണ്ടെന്ന് ഒരു മാസം. ഒരാൾ കമന്റ് ഇടണേണ്. എന്നിട്ട് അതിന് ലൈക്ക് അടിച്ചിട്ട് കുറെ പേര് അതിനെപ്പറ്റി വീണ്ടും കമന്റ് ഇട്ടേക്കാം. ഇതിൽ കൂടുതൽ കിട്ടുന്നവരുണ്ട് കേരളത്തിൽ നിന്ന്. അങ്ങനെ ആർക്ക് കിട്ടും? 42 ലക്ഷമായി. എന്നാ പിന്നെ 1 വർഷം ജോലി ചെയ്തിട്ട് പിന്നെ റെസ്റ്റ് ഒരു 10-12 വർഷം പണിയെടുത്താലായിരിക്കും ഇവർ ഈ പറയുന്ന രീതിയിലൊക്കെ ഇത്. അത് നല്ലൊരു വ്യൂവും നല്ലോണം പ്രൊമോഷൻ ചെയ്യുന്ന ആൾക്ക്. അപ്പൊ അല്ലാണ്ട് ഇതില്ല. അപ്പൊ എല്ലാവരുമായിട്ടും നല്ല കണക്ഷൻ ഉണ്ട്, വേറെ വിഷയമൊന്നുമില്ല. പിന്നെ ഓരോരുത്തരായിട്ട് നമ്മളിങ്ങനെ കണക്ഷനിൽ ഇത് കുറവ് വരും. അതായത് നമ്മളോട് എപ്പോഴും ഇപ്പൊ ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ ഇപ്പൊ ഫവാസ് എപ്പോഴും വരുന്നോണ്ട് നമുക്ക് ഫവാസിനോട് ഇത് കൂടുതലുണ്ടാവും. പിന്നെ നിന്നെയൊക്കെ ഇപ്പൊ നമ്മുടെ മൈജിയുടെ ഇവന്റിൽ എപ്പോഴും കാണുന്നത്. മൈജി വലിയൊരു സംഭവമാണ് നമ്മളെ സംബന്ധിച്ച്. ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യുന്നത് അത് മൈജി ക്യാഷ് ചെയ്യുന്നതുകൊണ്ട് മാത്രമല്ല, ഞങ്ങളെ സംബന്ധിച്ച് എല്ലാ ക്രിയേറ്റേഴ്സിനും ഒരുമിച്ച് കാണാനുള്ള ഒരു അവസരമാണ്. അവര് എല്ലാ മാസവും ഒരിക്കലും ഉണ്ടാകുന്നുണ്ട്. 2 മാസം കൂടുമ്പോൾ മിനിമം ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഒരു വലിയൊരു സംഭവമാണ്. നമുക്ക് അങ്ങനത്തെ ഇവന്റുകളിൽ പങ്കെടുക്കുക, അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുക. പിന്നെ പ്രത്യേകിച്ച് ഷാജിക്കയുടെ കാര്യമാണെങ്കിൽ പറയാൻ വേണ്ട, നമ്മുടെ ഫ്രണ്ട് പോലെ ഓക്കെ. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. ഞാൻ കുറെ നേരം എന്റെ ഫേസ് ഇനി കുറച്ച് എന്നാ അങ്ങനെയെങ്കിൽ അങ്ങനെ. ഓക്കെ, ആസ് എ സീനിയർ കോണ്ടന്റ് ക്രിയേറ്റർ എന്നല്ലേ, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ, ഇൻഫ്ലുവൻസറിനെ വിളിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ, ഫാമിലി ടൈമും ഈ പറഞ്ഞ പ്രൊഫഷണൽ ടൈമും എങ്ങനെ മാനേജ് ചെയ്യുന്നു? അത് ശരിക്കും പറഞ്ഞാൽ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് സംഭവമാണ്. ഫാമിലി സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഫാമിലി സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അവർ അതിന് എതിരൊന്നുമില്ല. പക്ഷെ അവർക്ക് പറയും, എന്തെങ്കിലും വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംസാരിക്കാൻ നേരമില്ല, അല്ലെങ്കിൽ അവരോട് സ്പെൻഡ് ചെയ്യാൻ സമയമില്ല എന്ന് പറയും.
പക്ഷെ ഞാൻ പറയും പൈസ ഉണ്ടെങ്കിലല്ലേ നമുക്ക് സമാധാനം ഉണ്ടാവുള്ളൂ, ഇല്ലെങ്കിൽ ഒട്ടും സമാധാനം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ അതിന് ഇടയ്ക്കൊക്കെ എന്താണ് വല്ലപ്പോഴും ഗ്യാപ്പ് കിട്ടുമ്പോഴൊക്കെ പോയിരിക്കും. അല്ലെങ്കിൽ രാത്രി വർക്ക് കഴിഞ്ഞിട്ട് പോയി കുറച്ചു നേരം ഒരു മണിക്കൂറൊക്കെ ഇടും. വന്നാൽ നമ്മൾ ഫുൾ ടൈം ഇവിടെ വീട്ടിൽ തന്നെ ഇരുന്നാണ് വർക്ക്. പക്ഷെ ആ ഒരു ഇത് ചെയ്യാനുള്ള നമുക്ക് ഹെൽപ്പ് ചെയ്യാറുണ്ടോ ചെയ്യുന്ന പണിക്ക്? ഇല്ല, ഫുഡ് ഉണ്ടാക്കി തരും, അവരവരുടെ പണിയും ഞാൻ എന്റെ പണി ചെയ്യും. അതാണ് സ്റ്റൈൽ. അതേ ഉള്ളൂ. ഇടയ്ക്ക് വിഗ് ഒക്കെ ഇട്ടിട്ട് കണ്ടായിരുന്നല്ലോ, അതെന്തായിരുന്നു? അത് പ്രൊമോഷൻ തന്നെ ആയിരുന്നല്ലേ? പ്രൊമോഷന് വേണ്ടി വിഗ് ഇട്ട് പുറത്തിറങ്ങി നടന്നു. എന്നിട്ട് അതെന്താ സംഭവം എന്ന് വെച്ചാല് നമ്മുടെ അടുത്ത് അവര് പ്രൊമോഷൻ വിളിച്ചിട്ട് അവര് ഇത് സാധനം വെക്കണം, അവർക്ക് ആ വിഷുവില്ല, അത് ഊരിക്കളയണതിന് പ്രോബ്ലം ഒന്നുമില്ല, വച്ച് ഒരു വീഡിയോ ചെയ്താൽ കൊള്ളാം, ഇല്ലെങ്കിൽ അവർ അവരുടെ മോഡലിനൊക്കെയാന്നാണ്. കുഴപ്പമില്ല, എന്റെ വെച്ച് ഇത് ചെയ്തോ. അപ്പൊ അവര് വിചാരിച്ചത് ഞാൻ സത്യം പറഞ്ഞ നാളെ അത് ഊരിക്കളയും എന്നാണ്. പക്ഷെ പിന്നീട് എനിക്ക് തോന്നി ഞാനത് വെച്ചിട്ട് രസമുണ്ടല്ലോ, സുന്ദരനായല്ലോ. അല്ല, സുന്ദരനായാലും ഇപ്പോഴും പണി അങ്ങനെ വെക്കാം. അല്ല, ഞാൻ വെച്ചേ അത് ഒരു 5-6 മാസം ഇരിക്കട്ടെ. കാരണം അത് വച്ചൊരു കമ്പനിക്ക് അത് ബെനിഫിറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച്, അല്ലെങ്കിൽ ഒരു AI ഞാൻ കൊണ്ടുവന്ന് വെച്ച പോലെയൊക്കെ ഇരിക്കില്ലേ. അപ്പൊ അതുകൊണ്ട് കുറച്ച് ദിവസം ഇരിക്കട്ടെ എന്ന് വെച്ച് അങ്ങനെ കുറച്ച് ദിവസം വെച്ച് അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഒരു 8-9 മാസം അത് കഴിഞ്ഞിട്ട് ഞാൻ അത് മാറ്റി. പാച്ച് ഒട്ടിക്കായിരുന്നു ഇവിടെ മാത്രം, ഇത്രയും മാത്രം ഒട്ടിച്ചോളൂ. പൊറോട്ട ചുമ്മാ കിടക്കുക. എന്റെ തലമുടി എന്റെ പുറകിലുണ്ടായിരുന്നു. അല്ല, പൊറോട്ട അതിന്റെ മുടിയില്ലേ? ഇല്ല, എന്റെ ഒറിജിനൽ മുടിയാ. ഓ, അങ്ങനെയാണ്. അതായത് പല സിനിമാ താരങ്ങൾ സിദ്ദിഖ് ഉൾപ്പെടെ ചെയ്തേക്കണത് പാച്ച് ഒട്ടിക്കുക, പോയേക്കണ ഭാഗം മാത്രം ഒട്ടിക്കുന്നത്. ഇവിടെയാണ് എന്റെ 1 ഇഞ്ച് ഒട്ടിച്ചുള്ളത്, അത്രേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യില്ല. പലരും പേരും ട്രാൻസ്പ്ലാന്റ് ചെയ്താണ്, അത് പോയതാണ് എന്നൊക്കെ പറഞ്ഞ് ടെൻഷനും ഇതൊക്കെ കുറെ ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞു മടുത്ത്, ഞാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടില്ല. ട്രാൻസ്പ്ലാന്റ് ചെയ്ത് എന്റെ അളിയനെ വെച്ചിട്ടാണ്, അവന്റെ വീഡിയോ വേറെ അടപ്പുണ്ട്, എന്റെ അല്ല അത്. പക്ഷെ ആളുകൾക്ക് മനസ്സിലാവൂല. ഓക്കെ, അപ്പൊ ഇന്ന് ഒരു പുതിയൊരു ക്രിയേറ്റർ ഈ ഫീൽഡിലോട്ട് വരുവാണെന്ന് വെച്ചോ, അപ്പൊ എന്താണ് അവരോട് പറയാനുള്ളത്? അല്ലെങ്കിൽ എന്ത് മിസ്റ്റേക്ക് ചെയ്ത് തുടങ്ങരുത് എന്ന് പറയുകയാണെങ്കിൽ ഒരു ഗൈഡ് പോലെ എന്താ കൊടുക്കാനുള്ളത്? മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാല് ഇപ്പോ ചെയ്യുന്ന കണ്ടന്റുകള് വ്യൂ നോക്കണ്ട, ഫോളോവേഴ്സിനെ നോക്കണ്ട, ഇതിലൊന്നും വലിയ സംഭവം ഇല്ല. ആളുകളുടെ വിചാരം ഇപ്പൊ എങ്ങനെയാണല്ലോ, നീ ചെറിയ ക്രിയേറ്റർ, ഞാൻ വലിയ ക്രിയേറ്റർ, ഈ സ്റ്റൈലൊന്നും ഇല്ല. നമ്മള് അത്യാവശ്യം ആത്മാർത്ഥത്തോടെ ചെയ്യുക, ക്ഷമ വേണം, വളരെ ക്ഷമയോടെ ചെയ്യുക. ചെയ്യുന്ന കണ്ടന്റുകൾ ആത്മാർത്ഥത്തോടെ ചെയ്ത് ആൾക്കാരെ പറ്റിക്കുന്ന പരിപാടികൾ ചെയ്യാതിരിക്കുക. നമുക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ ഇഷ്ടമുള്ളതെന്ന് പറയാം, അല്ലെങ്കിൽ പക്ഷേ ഈ പല ആൾക്കാരും ബെറ്റിംഗ് ആപ്പുകളുടെ ഒക്കെ ചെയ്യുന്ന പോലത്തെ സംഭവങ്ങൾ ധാരാളം സർവീസുകളും ഉണ്ട് അങ്ങനത്തെ, അതൊക്കെ വരുന്നത് നമ്മൾ അത് ചെയ്യാതിരിക്കുക. പിന്നെ എന്താണ് സ്ഥിരമായിട്ട് വീഡിയോകൾ ഇട്ട് പോയി കഴിഞ്ഞാൽ ഭാവി ഉണ്ടാവും, ഇനി വിഷയമൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഏറ്റവും കൂടുതൽ എനിക്ക് വന്ന് പ്രമോഷൻ ചെയ്തേക്കുന്നത് ഇതിന്റെ ഇൻഷുറൻസ് ആണ് ഏറ്റവും കൂടുതൽ. അപ്പൊ ഇത്രയും നാള് പല ഇൻഷുറൻസ് കമ്പനികളുടെ സംഭവങ്ങളും കമ്പയർ ചെയ്ത് വെച്ചിട്ട് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ആൾക്കാർ മെയിൻലി ശ്രദ്ധിക്കേണ്ട ഒരു 4 കാര്യം പറയാൻ പറഞ്ഞാൽ എന്ത് ടോപ്പിക് കവർ ചെയ്ത് കൊടുക്കും? ഇൻഷുറൻസ് ഏതെങ്കിലും ഏജന്റ് പറയണ കേട്ടിട്ട് എടുക്കരുത്, ഏജന്റ് പറയുന്നത് കേട്ടിട്ട് എടുക്കരുത്, യൂട്യൂബർ പറയുന്നത് കേൾക്കരുത്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഞാൻ നമ്മൾ അതിന്റെ ഫീച്ചേഴ്സും ഇതും മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. കൂടുതൽ വിവരങ്ങൾ അറിയാൻ അവിടെ പോകും എന്ന് പറയും. അവിടെ പോയാലും നമുക്ക് ഇന്ന് ChatGPT ചീറ്റിംഗ് ഒന്നും അവിടെ നടക്കൂല. അപ്പൊ നമുക്ക് വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം എന്തെടുക്കണമെന്ന്. പിന്നെ പൊതുവായിട്ടൊരു അഭിപ്രായം പറഞ്ഞാല് ഇൻഷുറൻസ് എന്ന് പറഞ്ഞ സാധനം വെറുതെ കുറെ നമുക്ക് കമ്മീഷൻ കിട്ടാം, അല്ലെങ്കിൽ ഞാൻ കമ്മീഷൻ അല്ല ചെയ്യുന്നത്, ഞാൻ പെർ വീഡിയോ ചെയ്യുന്നത്. മറ്റുള്ളവർക്ക് ഏജന്റിനാണെങ്കിൽ കമ്മീഷൻ കിട്ടുന്ന. അപ്പൊ അതൊന്നും വെച്ചിട്ട് നമ്മൾ ചുമ്മാ ഇത് എടുക്കണ്ട. നമ്മൾ അവർ പറയണ കേട്ടിട്ടല്ല എടുക്കണം. നമ്മൾ ആദ്യം ഫീച്ചേഴ്സ് മനസ്സിലാക്കി ഒരു കമ്പനിയുടെ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസിലാണ് ഇന്ന ഫീച്ചേഴ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കി. ഇത് കഴിഞ്ഞിട്ട് ജസ്റ്റ് നമുക്ക് ജെമിനി ആയിട്ടൊന്ന് ഇത് ചെയ്യാം, പിന്നെ ആളുകളുടെ റിവ്യൂ ഇതിനെപ്പറ്റി ഒന്ന് നോക്കാം. അപ്പൊ അതൊക്കെ നോക്കി പിന്നെ നമ്മുടെ ബഡ്ജറ്റ് നോക്കണം, പ്രീമിയം ഫീച്ചേഴ്സ് ഉള്ളതുണ്ടാവും, ഇതല്ലാത്തതുണ്ടാവും. അപ്പൊ ഇതൊക്കെ നോക്കിയിട്ട് ഒന്ന് സെലക്ട് ചെയ്യുന്നതാണ് നല്ലത്. കണ്ണടച്ചിട്ട് പോയി എടുക്കണ്ട. പിന്നെ ഇനി ഒരു സാധാരണക്കാരന്, അതായത് നിന്നെപ്പോലുള്ള നിന്റെ പ്രായം അങ്ങനെ പറയുന്നത്, അങ്ങനെ ആളുകൾക്ക് വേണ്ടത് ഇത് തന്നെയാണ്. ഫസ്റ്റ് ഒരു ഹെൽത്ത് ഇൻഷുറൻസ്, അത് ഫസ്റ്റ്. ഇത് കഴിഞ്ഞിട്ട് ജോലി ഉണ്ട്, നല്ല ഇതുണ്ടെങ്കിൽ ഒരു ഹെൽത്ത് ടേം ഇൻഷുറൻസ് എടുക്കാം. അപ്പൊ അത്യാവശ്യം നമ്മളും ഹെൽത്ത് എന്ന് പറയുമ്പോൾ നിന്റെ ആരോഗ്യത്തിനാ, നിന്റെ കയ്യിലുണ്ടാക്കിയ നീ ഉണ്ടാക്കിയ പൈസ കൊണ്ട് ഹോസ്പിറ്റലിൽ കൊടുക്കാണ്ടിരിക്കാൻ ഹെൽത്ത് എടുത്തു. രണ്ടാമത് ടേം, അതായത് നിന്നെ വളർത്തിയ നിന്റെ അച്ഛനമ്മമാർക്ക് നീ നഷ്ടപ്പെട്ട് കഴിഞ്ഞാലും നിനക്ക് തിരിച്ചു കൊടുക്കുന്ന ഒരു ആഗ്രഹമില്ലേ, അങ്ങനെയുള്ളവർ മാത്രം ഒരു ടേം ഇൻഷുറൻസ് എടുക്കാം അവർക്കുള്ളത്. അതെ. മൂന്നാമത് വേണ്ടത് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ പരിചയപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ പറയണത് 2000 രൂപ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റും ഇൻഷുറൻസും കൂടി കിട്ടുന്ന ഇതാണ്. ഒന്നുമില്ലാത്ത ആളുകൾക്ക് അതെടുക്കാം. ഇതുവരെ അതില്ല. ആദ്യമായിട്ടൊരു ഇൻഷുറൻസും വേണം, ഇൻവെസ്റ്റ്മെന്റും വേണം എന്നുള്ളവർക്ക് അങ്ങനത്തെ എടുക്കാം.
ഇനി അതിലും ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടി ചിന്തിച്ച് ചെയ്യാൻ പറ്റും, സ്വയം ഇതെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ബെറ്റർ. കാരണം ശരിക്കും എന്താണ് ഒരു മ്യൂച്വൽ ഫണ്ടും നമ്മുടെ ടേമും ഹെൽത്ത് ഉണ്ടെങ്കിൽ സക്സസ് ആണ് നമ്മുടെ ലൈഫ്. സേവിങ്സ് വേണം. എന്റെ പുതിയ ക്രിയേറ്റേഴ്സിനോട് പറയാനുള്ള അതും കൂടിയാ. ക്യാഷ് വന്നാൽ മാത്രം പോരാ, ക്യാഷ് മാനേജ് ചെയ്യാൻ പഠിക്കണം. ഞാൻ പറഞ്ഞ പോലെ നേരത്തെ നമ്മൾ പട്ടിഷ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അത് വാങ്ങി ഇത് വാങ്ങി എന്നൊക്കെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിന് കുറച്ച് കിട്ടുന്നതിൽ ഒരു 10% നമ്മൾ സേവ് ചെയ്യാൻ പഠിക്കാം. എന്നും യൂട്യൂബ് ഉണ്ടാവില്ല, യൂട്യൂബിലെ റവന്യൂ ഉണ്ടാവില്ല. നാളെ നമുക്ക് ഈ പബ്ലിസിറ്റി ഒക്കെ പോകും. അത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ നടത്തുന്നത് എന്തെങ്കിലും സേവിങ്സ് വേണം. പല ആൾക്കാരും ഭയങ്കരമായിട്ട് ഷോ കാണിച്ച ആൾക്കാരുടെ അടുത്ത് ഞാൻ എന്തോ കാര്യത്തിനകത്ത് എൻ്റെ കയ്യിൽ 50,000 പോലും ഇല്ല എന്നാണ് പറയുന്നത്. ഇൻകം ടാക്സിന്റെ നോട്ടീസ് വന്നിട്ട് എൻ്റെ ഒരാൾ പറഞ്ഞത് 95 ലക്ഷം അടക്കാൻ ഒരാൾക്ക് ഫൈൻ വന്നെ. ഞാൻ വ്യക്തിയുടെ പേര് പറയുന്നില്ല, പക്ഷെ ആ ആള് പറഞ്ഞത് എൻ്റെ അടുത്ത് 4 ലക്ഷം രൂപ ഉള്ളൂ. അപ്പൊ ആലോചിക്കണം, 95 ലക്ഷത്തിന്റെ ഫൈൻ അടക്കാൻ അവരുടെ അടുത്ത് പറഞ്ഞെങ്കിൽ അതിനും മാത്രം ഗവൺമെന്റിന് തോന്നിയിട്ടാണ് ആ ഫൈൻ കൊടുക്കുന്നത്. പക്ഷെ കയ്യിൽ ക്യാഷ് ആയിട്ട് ഇപ്പൊ ഒന്നുമില്ലെന്ന്, അത്ര സ്പെൻഡ് ചെയ്ത് കളഞ്ഞു. അപ്പൊ അതൊക്കെ നമ്മൾ അത് ക്യാഷ് മാനേജ് ചെയ്യാൻ കൂടി നമ്മൾ പഠിച്ചിരിക്കുന്നു. അപ്പൊ ക്യാഷ് മാനേജ് ചെയ്യാൻ ഒരു പെട്ടെന്നൊരു ചെറിയൊരു പ്രോട്ടിപ്പ് പോലെ എന്താ പറയാനുള്ളത്? ഏത് രീതിയിൽ ക്യാഷ് മാനേജ്? ഫസ്റ്റ് സേവിങ്സ് തന്നെ. ബാങ്കിൽ എഫ് ഡി ഇട്ടോ, നിങ്ങൾ ഫസ്റ്റ് തന്നെ കൊണ്ടുപോയിട്ട് ഇൻഷുറൻസിലൊന്നും ഇടണമെന്ന് ഞാൻ പറയില്ല. നിങ്ങൾ ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ചില ബാങ്കുകളിൽ 1000 രൂപയ്ക്ക് എഫ് ഡി ഇടാൻ പറ്റും. ഞാൻ മുമ്പ് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ഒരു വീഡിയോ തരുന്നു. അവരുടെ കയ്യിൽ നമുക്ക് 1000 രൂപ ഉണ്ടെങ്കിൽ അത് എഫ് ഡി ആയിട്ട് ഇടാം. 6% വലിച്ചു കിട്ടുള്ളൂ. നമുക്ക് പണപ്പെരുപ്പ് അനുസരിച്ചിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ കുറച്ച് കാലമായി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വലിയൊരു തുകയായി കഴിയുമ്പോൾ അതിന്റെ ഒരു വിഹിതം അല്ലെങ്കിൽ വേണ്ട, സിമ്പിൾ, നിങ്ങൾ 1000 രൂപ വെച്ചിട്ട് കുറെ പൈസ അതിൽ ഇട്ടു. ഈ കിട്ടുന്ന പലിശ അങ്ങനെ കുറച്ചൊരു 3-4 ലക്ഷം കിട്ടും. മാസം 1000 രൂപ പലിശ കിട്ടുകയാണ്. ഈ 1000 എടുത്തിട്ട് നിങ്ങൾ നേരെ മ്യൂച്വൽ ഫണ്ടിലിട്. നിങ്ങളുടെ പൈസ അവിടെ എഫ് ഡി ക്യാഷ് ലിക്വിഡ് ആയിട്ട് കിടക്കുകയും ചെയ്യും. മ്യൂച്വൽ ഫണ്ട് മാർക്കറ്റ് അതുകൊണ്ട് പേടി ഉണ്ടാവും. പക്ഷെ നിങ്ങളുടെ പൈസ ഇല്ല, പലിശയിൽ അവിടെ പോയാല് ഇനി കിട്ടിയാലോ നല്ലൊരു ഗ്രോത്ത് കിട്ടുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെയൊക്കെ മാനേജ് ചെയ്തു പോകാം. എല്ലാ ഫണ്ടും കൂടി ഒരാൾക്ക് കൊടുക്കരുത്, അതെപ്പോഴും ശ്രദ്ധിക്കുക. മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ പല ഭാഗത്ത് പല സോഴ്സിലിടുക. ഒരെണ്ണത്തിൽ തന്നെ വിശ്വസിച്ചിട്ടാ അത് ഡൗൺ ആയാൽ പണി കിട്ടും. ഷെയർ വേണം, റിയൽ എസ്റ്റേറ്റ് വേണം, ഗോൾഡ് വേണം, അങ്ങനെ പലതിലിട്ടുക. ക്യാഷ് കയ്യിൽ വെച്ചോണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. ക്യാഷിനെ പണിയെടുപ്പിക്കണം. അതെ, ഓക്കെ. ക്യാമറ കെട്ടിട്ട് ബാക്കി പഠിപ്പിച്ചോളാം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു സെഷൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാന്ന് വിചാരിക്കുന്നു. കുറെ ലോങ് ആയെന്നറിയാം, പക്ഷെ കുറച്ചു നേരം സംസാരിക്കണം. ഈ സ്റ്റുഡിയോക്ക് ഇത് കാണിച്ചു തരണം എന്നൊക്കെ ആയിരുന്നു വിചാരം. ഇത് സ്റ്റുഡിയോ കാണിച്ചു തരാൻ തുടങ്ങി എനിക്ക് 2-3 എപ്പിസോഡ് വേണ്ടി വരും. അതുകൊണ്ടാണ് നിങ്ങളെ ഷോർട്ടായിട്ട് ക്വിക്കായിട്ട് കാണിച്ചു തന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ പരിപാടികൾ? എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? പറയൂ. പരിപാടി കുഴപ്പമൊന്നുമില്ല. എനിക്കെന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ ആളെ കിട്ടിയാൽ കുറകറാന്ന് പറഞ്ഞോണ്ട് ഞങ്ങൾ ക്യാമറ എടുത്തിട്ട് കുറച്ച് സംസാരിക്കണ്ട, വേറെ സ്റ്റോറേജ് ഇല്ലാത്തതുകൊണ്ട്. അതിപ്പോ ക്യാമറയിലാണെങ്കിലും പണ്ട് ഞാൻ ലൈവിലൊക്കെ വന്നിരുന്ന് ഇങ്ങനെ 3 മണിക്കൂറൊക്കെ ലൈവ് ചെയ്തിട്ടുണ്ട്. ആൾക്കാർ ഇങ്ങനെ ഫേസ്ബുക്കിൽ വന്നിരുന്ന് സംസാരിക്കും കുറെ. അപ്പൊ അവരുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് അതൊരു രസമാണ് സംഭവം. പിന്നെ ഇതിൽ നമ്മൾ വലിയ ഫോർമാലിറ്റിയിലൊന്നും സംസാരിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നണു. ഞാൻ എന്റെ മൈൻഡിൽ തോന്നിയത് പറഞ്ഞു. ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല, എനിക്കറിയാം, കുഴപ്പമില്ല. പക്ഷെ എന്റെ എന്തെങ്കിലും തോന്നി ഞാൻ പറഞ്ഞു. അതെ. അപ്പൊ എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ്? എന്താണോ? നമുക്ക് അങ്ങനെ ഒരു പ്ലാനും ഇല്ല. ഇങ്ങനെ തന്നെ പോട്ടെ. ഞാൻ എന്റെ ലക്ഷ്യം ഓരോരോ രാജ്യങ്ങൾ കറങ്ങുക. ഒരു 2 മാസം കൂടുമ്പോഴെങ്കിലും ഒരു രാജ്യത്ത് പോവുക എന്നാണ് ആഗ്രഹം. അത്രേ ഉള്ളൂ. അല്ലാണ്ട് വേറെ ഒരു ലക്ഷ്യങ്ങളും നമുക്കില്ല. നമുക്ക് രാഷ്ട്രീയ മോഹമില്ല, സിനിമയിൽ അഭിനയിക്കണമെന്നില്ല, അതൊന്നുമില്ല എന്റെ ലക്ഷ്യം. കാരണം നമുക്ക് അത്യാവശ്യം കയ്യിൽ കുറച്ച് ക്യാഷ് ഒപ്പിച്ചിട്ട് റിലാക്സ് ചെയ്ത് ജീവിതം സന്തോഷിക്കുക. പിന്നെ വീണ്ടും എന്തിനാ ടെൻഷനിലേക്ക് പോണേ? രാഷ്ട്രീയവും സിനിമ അത് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇതാണ്. രാഷ്ട്രീയമൊക്കെ നമുക്ക് ധാരാളം ആൾക്കാരുടെ ഇൻവിറ്റേഷൻ വന്ന്. പക്ഷെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് അതിലൊന്നും ആരോടും വെറുപ്പില്ല, ആരോടും താല്പര്യമില്ല. എന്നാൽ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ആരോഗ്യക്കാരനാണ്. പക്ഷെ എല്ലാവരോടും നമുക്ക് എല്ലാവരും വേണം. നല്ലത് ചെയ്യുന്ന നെറുകേടിനെതിരെ നമ്മൾ പറയുക, നല്ലത് ചെയ്യുന്നവരെ സപ്പോർട്ട് ചെയ്യുക. അതാണ് വിഷയം. ഓക്കെ, അപ്പൊ അതാണ് രതീഷ് ആർ മേനോൻ എന്ന യൂട്യൂബറിന്റെ കഥകൾ അല്ലേ, വിശേഷങ്ങൾ അല്ലേ? യെസ്. പിന്നെ എന്തെങ്കിലും പറയാനുണ്ട് ഓഡിയൻസിന്? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞു. പ്രത്യേകിച്ച് പറയാനില്ല. എൻ്റെ അടുത്ത് ചോദ്യങ്ങൾ വെച്ചാൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ, അല്ലാണ്ട് പറയാൻ പറ്റില്ല. ഓക്കെ, ഇപ്പൊ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടി ഫോർഡ് എക്കോസ്പോർട്ട് ആണ്. അതെ, 11 വർഷമായി. 11 വർഷമായി. 11 നോക്കിയിട്ട് വന്നു നടന്നു. അല്ല, എനിക്കറിയാം. ഞാൻ അഡോപിക്സോട്ട് ഒരു സംസാരിച്ച സമയത്ത് 79,000 അത്ര ആയിട്ടുള്ളൂ. കാരണം ഞാൻ ഒരു വർഷം 8 കിലോമീറ്റർ ഒക്കെ ഓടുള്ളൂ. ഓട്ടം കുറവാണ്. നമ്മൾ ഷൂട്ടിന് പോകും. പിന്നെ വർഷത്തിൽ വണ്ടികളോട് അങ്ങനെ ക്രേസ് ഇല്ല. ഓട്ടോമൊബൈൽ പഠിച്ചാണെങ്കിൽ എനിക്ക് അതിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. ഓട്ടോമൊബൈൽ വണ്ടി ആരെങ്കിലും ഓടിക്കുക, ഞാൻ ഇടത് വശത്തിരുന്നിട്ട് കാഴ്ചകൾ കൊള്ളാല്ലേ, റോഡൊന്നും നന്നാക്കാറായില്ല എന്ന് പറഞ്ഞോണ്ടിരിക്കണം അല്ലേ?
അങ്ങനെയാണ്. അപ്പൊ പിന്നെ വണ്ടികളെ കുറിച്ച് ചോദിച്ചിട്ട് കാര്യമില്ല. ഞാൻ ആദ്യം വിചാരിച്ച വണ്ടികളെ കുറിച്ച് സംസാരിച്ച് അങ്ങനെ പോകാന്നാണ്, പിന്നെ മനസ്സിലായില്ല. ഞാൻ വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ നോക്കണത് അതിന്റെ ഓഡിയോ സിസ്റ്റം അങ്ങനത്തെ ടെക് ഫീച്ചേഴ്സേ നോക്കുള്ളൂ. അല്ലാണ്ട് മറ്റേ എഞ്ചിൻ ഭയങ്കര പവർ ഇതൊന്നും ഞാൻ നോക്കാറില്ല. എനിക്ക് ആ സംഭവം ഒന്നാമത്തെ കാര്യം, ഞാനൊരു 60 കിലോമീറ്റർ സ്പീഡിൽ ഓടിക്കുള്ളൂ. അത് പിന്നെ ഓടിക്കുന്ന ഞാൻ പരമാവധി ഞാൻ ഓടിക്കാറില്ല. എന്റെ അനിയൻ അല്ലെങ്കിൽ ചിറ്റയുടെ മോനെ ഓടിക്കുള്ളൂ. ഞാൻ സൈഡിൽ ഇങ്ങനെ ഇത് ചെയ്ത് പോകും. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുന്ന സുഹൃത്തുക്കളെ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്തൊരു ഗസ്റ്റുമായി അടുത്തൊരു എപ്പിസോഡിൽ കാണുന്ന പ്രതീക്ഷയോടെ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഞാൻ പെട്ടെന്നുണ്ടായ പ്ലാനാണ്, പെട്ടെന്ന് വിളിച്ചപ്പോൾ തന്നെ നല്ല റെഡിയാക്കി. യെസ്, അപ്പോൾ നമ്മൾ ഷൂട്ട് പരിപാടിയൊന്നുമില്ല, വായി തോന്നാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ബൈ ബൈ. ഓക്കെ ബൈ.